ഹായ്, വെൽക്കം ടു എജു വേൾഡ് ക്ലാസ്സസ്. സോ നമ്മളിന്ന് സൈക്കോളജിയിലെ മൊഡ്യൂൾ 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ്റലിജൻസ് ആണ് ടോപ്പ് മൊഡ്യൂളിൻ്റെ പേര്. സോ ഇൻ്റലിജൻസിനെ കുറിച്ച് ഇൻ്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി എന്നാണ്. സോ ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ ആദ്യം എന്താണ് ഇൻ്റലിജൻസ് എന്ന് നോക്കാം. ഇൻ്റലിജൻസ് കെയിം ഫ്രം ലാറ്റിൻ വേർഡ് ഇൻ്റലിജിയർ ടു അണ്ടർസ്റ്റാൻഡ്. സോ ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ഇൻ്റലിജിയർ എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഇൻ്റലിജൻസ് ഡിറൈവ് ചെയ്തത്. സോ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ടു അണ്ടർസ്റ്റാൻഡ്. സോ ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കുക. സോ അതാണ് ഇൻ്റലിജൻസ്. ഇനി അടുത്ത ഇൻ്റലിജൻസ് ഇസ് എ കീ കൺസ്ട്രക്ട് employed to know how individuals differ from one another. സോ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തികളെ തമ്മിൽ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ഘടകമാണല്ലേ, ഒരു കീ ആണത് ഇൻ്റലിജൻസ് എന്ന് പറയും. ബുദ്ധിപരമായിട്ട് നമുക്ക് ഓരോ ആൾക്കാരെ എന്ത് ചെയ്യാൻ പറ്റും? സോ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമുക്ക് ക്വാണ്ടിഫയബിൾ ആണ്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ് എന്ന് പറയും. സോ അപ്പം IQ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓരോരുത്തരും എന്ത് ചെയ്യാം, അവർക്ക് എത്രത്തോളം ഇൻ്റലിജൻസ് ഉണ്ട് എന്ന് തിരിച്ചറിയാം. ഇറ്റ് ഓൾസോ provide an understanding of how people adapt their behavior according to the environment in which they live. സോ അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ഉള്ള വ്യക്തികൾ അവരുടെ എങ്ങനെയാണ് ഒരു എൻവയോൺമെൻറ്റിൽ അവർ അഡാപ്റ്റ് ആവുന്നത്. നല്ല ബുദ്ധിയുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാളുടെ എൻവയോൺമെൻറ്റിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് ആ മാറ്റത്തിനോട് ഒത്തുചേർന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള കഴിവ് ഉണ്ടാകും. സോ ഇൻ്റലിജൻസ് ഒന്നും ഇല്ല അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് ബാക്ക്വേർഡ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ എൻവയോൺമെൻറ്റ് ഏതാണെങ്കിൽ ആ അപ്രോപ്രിയേറ്റ് ബിഹേവിയർ ഏതാണെന്ന് തിരിച്ചറിയാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവില്ല. ഇൻ്റലിജൻസ് ഇസ് ദ എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു കോപ്പ് വിത്ത് ഹിസ് എൻവയോൺമെൻറ്റ്. സോ നമ്മുടെ എൻവയോൺമെൻറ്റുമായിട്ട് കോപ്പ് ചെയ്ത് പോകാൻ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ഒരു കഴിവിനെ നമുക്ക് എന്തെന്ന് പറയാം? അതും ബുദ്ധിയാണ്, അതും ഇൻ്റലിജൻസ് ആണ് എന്ന് പറയാം. ഇൻ്റലിജൻസ് ക്യാരക്ടറൈസസ് ദ ഹോൾ ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആൻഡ് സം ഓഫ് ഹെർ ഓർ ഹിസ് എബിലിറ്റീസ് വിച്ച് ആർ ക്വാണ്ടിറ്റേറ്റീവ്ലി ഡിഫറൻഷ്യബിൾ. സോ ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ എന്താണ്, ഹോൾ ബിഹേവിയർ, അയാൾ മൊത്തത്തിലുള്ള അയാളുടെ ബിഹേവിയറിൻ്റെ ക്വാളിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള എബിലിറ്റീസ് എന്തൊക്കെയാണ്. സോ ഇതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സോ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാതെ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ എൻവയോൺമെൻറ്റ് അനുസരിച്ച് അത് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കുക. സോ അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അടങ്ങുന്നതാണ് എന്താ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ക്വാണ്ടിറ്റേറ്റീവ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി കുറച്ച് ഇൻ്റലിജൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ഡെഫിനിഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതിൽ കുറച്ച് ഡെഫിനിഷൻസുകൾ നോക്കി വെച്ചിരിക്കുക. ഇൻ്റലിജൻസ് ഇസ് ദ എബിലിറ്റി ടു ജഡ്ജ് വെൽ, റീസൺ വെൽ ആൻഡ് ആക്ട് വെൽ. സോ ബിനെറ്റിൻ്റെ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള ഡെഫിനിഷനാണ്. സോ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കഴിവാണ്. അത് എന്ത് ചെയ്യാൻ, ജഡ്ജ് ചെയ്യാൻ, നല്ല രീതിയിൽ ജഡ്ജ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ഒരു കാരണം നല്ല രീതിയിൽ എന്തെങ്കിലും ഒരു ആക്ടിനെതിരായിട്ട് ഒരു റീസൺ എന്താണ്, ആ ഒരു പ്രോബ്ലവുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിനെ ജഡ്ജ് ചെയ്യാനുള്ള കഴിവ്, അതിനെക്കുറിച്ച് നല്ല രീതിയിൽ അതിനെക്കുറിച്ച് റീസൺ തരാനുള്ള കഴിവ്, അതുപോലെ നല്ല രീതിയിൽ പെരുമാറാനുള്ള കഴിവ്. സോ ഈ ഒരു കഴിവിനെയാണ് അദ്ദേഹം ഇൻ്റലിജൻസ് എന്ന് കണക്കാക്കിയിരിക്കുന്നത്. സോ ബിനെറ്റിൻ്റെ ഡെഫിനിഷനാണിത്. ഇനി അടുത്ത വെഷ്ലറിൻ്റെയാണ്. ഇസ് ദ ഗ്ലോബൽ ഓർ അഗ്രിഗേറ്റ് കപ്പാസിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു തിങ്ക് റാഷണലി, ആക്ട് പേർപ്പസ്ഫുള്ളി ആൻഡ് ടു ഡീൽ എഫക്റ്റീവ്ലി വിത്ത് ഹിസ് ഓർ ഹെർ എൻവയോൺമെൻറ്റ്. സോ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ കപ്പാസിറ്റി, ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു ഗ്ലോബൽ കപ്പാസിറ്റിയാണ്. ഇത് എന്തിനൊക്കെ സഹായിക്കും? റാഷണലി തിങ്ക് ചെയ്യാൻ, റാഷണലായിട്ട് കാര്യങ്ങൾ തിങ്ക് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. അതിനനുസരിച്ച് ആക്ട് പേർപ്പസ്ഫുള്ളി, ആവശ്യമനുസരിച്ച് ആക്ട് ചെയ്യാനുള്ളൊരു കഴിവ്. ആൻഡ് ടു ഡീൽ എഫക്റ്റീവ്ലി വിത്ത് ഹിസ് ഓർ ഹെർ എൻവയോൺമെൻറ്റ്. സോ അതുപോലെ തന്നെ അവരുടെ എൻവയോൺമെൻറ്റുമായിട്ട് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് ഡീൽ ചെയ്യാനുള്ള കഴിവ്. സോ ഇത് ഇത്രയും അടങ്ങുന്നതാണ് ഇൻ്റലിജൻസ് എന്നാണ് വെഷ്ലർ പറഞ്ഞിരിക്കുന്നത്. സോ വെഷ്ലറിൻ്റെ ഈ ഒരു ഡെഫിനിഷൻസ് ഓർത്ത് വെച്ചിരിക്കുക. സോ ഇതിൽ ഇൻ്റലിജൻസ് എന്താണെന്നുള്ള കാര്യം ഒരു കറക്റ്റ് ഒരു ഡെഫിനിഷനിലൂടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്താണ്, ഒരു റാഷണലി നമുക്ക് തിങ്ക് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും, പർപ്പസ്ഫുള്ളായിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവ്, അതുപോലെ നമ്മുടെ എൻവയോൺമെൻറ്റുമായിട്ട് എഫക്റ്റീവ്ലി ഡീൽ ചെയ്യാൻ അല്ലെങ്കിൽ ഇടപഴകാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സോ ഇത് വെഷ്ലറിൻ്റെയാണ്. നെക്സ്റ്റ് ഈസ് വാഗ്നർ. ഇൻ്റലിജൻസ് ഇസ് ദ കപ്പാസിറ്റി ടു ലേൺ ആൻഡ് അഡ്ജസ്റ്റ് ടു റിലേറ്റീവ്ലി ന്യൂ ആൻഡ് ചേഞ്ചിങ് കണ്ടീഷൻസ്. സോ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കപ്പാസിറ്റി, ഒരു കാര്യങ്ങൾ
പഠിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റിയാണ്. അതുപോലെ തന്നെ അഡ്ജസ്റ്റ് റിലേറ്റീവ്ലി ന്യൂ ഒരു നമ്മുടെ കണ്ടീഷൻസിലും അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ വരുന്ന ചേഞ്ചസിനനുസരിച്ച് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുക. സോ ലേണിംഗ് ആൻഡ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞതാണ് വാഗ്നൻ. സോ ഇൻ്റലിജൻസ് ഇസ് ദ എബിലിറ്റി ടു അഡാപ്റ്റ് to shape and select environment, accomplish one's goal and those of one society and culture. സോ ഇത് സ്റ്റേൺബർഗിൻ്റെ ഡെഫിനിഷൻസ് ആണിത്. ഇനി അടുത്ത ബിനറ്റ് ആൻഡ് സൈമണിൻ്റെ 1905 കൺസിഡർ ദ എസൻസ് ഓഫ് ഇൻ്റലിജൻസ് ആസ് ടു ജഡ്ജ് വെൽ, കോംപ്രിഹെൻഡ് വെൽ ആൻഡ് ടു റീസൺ വെൽ. സോ ഇതാണ് അടുത്തൊരു ഡെഫിനിഷൻ. അടുത്ത ടെർമാൻ്റെ ഡെഫിനിഷനാണ് ഇറ്റ്സ് എ എബിലിറ്റി ടു ക്യാരി ഔട്ട് അബ്സ്ട്രാക്റ്റ് തിങ്കിങ്. സോ അബ്സ്ട്രാക്റ്റ് തിങ്കിങ്ങിനെ ചെയ്യാൻ കഴിവുള്ള അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇൻ്റലിജൻസ് എന്നാണ് ടെർമാൻ പറഞ്ഞിരിക്കുന്നത്. സോ എബിലിറ്റി ടു ക്യാരി ഔട്ട് അബ്സ്ട്രാക്റ്റ് തിങ്കിങ് എന്ന് പറയുന്നത് ടെർമാൻ ആണ്. സോ അത് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത ഹാഗർട്ടി ബിലീവ്ഡ് ഇൻ്റലിജൻസ് ഇസ് ദ എബിലിറ്റി ടു ഡീൽ വിത്ത് നോവൽറ്റി. സോ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു പുതിയൊരു കാര്യവുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നതിനെയാണ് ഇൻ്റലിജൻസ് എന്നാണ്. നോവൽറ്റി എന്ന് പറയുന്നത് പുതുമയുള്ളതെന്നാണ് പറയുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇൻ്റലിജൻസ് എന്നാണ് ഹാഗർട്ടി പറയുന്നത്. അടുത്ത ഗ്യാരറ്റിൻ്റെ ആണ് തോട്ട് ഓഫ് ഇൻ്റലിജൻസ് ആസ് കപ്പാസിറ്റി ടു യൂട്ടിലൈസ് സിംബൽസ്. സോ അത് അടുത്തൊരു ഡെഫിനിഷൻ. നീഡ് ടു കോർഡിനേറ്റ് ഓൾ ദ വ്യൂസ് വൺ മേ റിലേ ഓൺ ഡെഫിനിഷൻസ് ഗിവൻ ബൈ ഡേവിഡ് വെഷ്ലർ. സോ ഡേവിഡ് വെഷ്ലറിൻ്റെ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഗ്ലോബൽ കപ്പാസിറ്റിയാണ്. റാഷണലി തിങ്ക് ചെയ്യാനുള്ള കഴിവ്, പർപ്പസ്ഫുള്ളി ആക്ട് ചെയ്യണം, അതുപോലെ എൻവയോൺമെൻറ്റിൽ നല്ല എഫക്റ്റീവായിട്ട് ഡീൽ ചെയ്യാനുള്ള കഴിവ്. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻ്റലിജൻസ് എന്നാണ് പറയുന്നത്. സോ ഡേവിഡ് വെഷ്ലറിൻ്റെ ആണ് ഇത്. നെക്സ്റ്റ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇൻ്റലിജൻസ് ആണ്. ഇനി എന്തൊക്കെ ഘടകങ്ങൾ നമ്മുടെ ബുദ്ധിയെ എഫക്റ്റ് ചെയ്യുന്നതാണ്. സോ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. സോ ബുദ്ധിക്ക് ഒരു ഘടകമാണല്ലേ ഹെറിഡിറ്റി, പാരമ്പര്യമായിട്ടല്ലേ ജീൻ വഴി നമുക്ക് ഇൻ്റലിജൻസ് പാസ് ചെയ്യും. സോ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ് എന്നാണ് ഒരു ഇൻ്റലിജൻസിൻ്റെ ഒരു ഫാക്ടറാണ്. സോ അതുപോലെ ഏജും ഇൻ്റലിജൻസിൻ്റെ ഒരു ഫാക്ടറാണ്. സോ 10 വയസ്സുകാരൻ്റെ ഇൻ്റലിജൻസ് ആയിരിക്കത്തില്ല ഒരു 20 വയസ്സുകാരൻ്റെ. സോ അപ്പോൾ ഏജ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇൻ്റലിജൻസ് കൂടാം, ചിലർക്ക് കുറയാം. സോ ഒരു 40 ഏജ് കഴിയുമ്പോൾ ഇൻ്റലിജൻസ് കുറയാം. സോ അങ്ങനെ ഏജിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റലിജൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, ഓരോ വ്യക്തിയുടെ ഹെൽത്ത്, അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച്, അതുപോലെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ എല്ലാം ഇൻ്റലിജൻസ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ കൾച്ചർ. സോ കൾച്ചർ ഓൾസോ എ ഫാക്ടർ എഫക്റ്റിംഗ് ഇൻ്റലിജൻസ് ആണ്. സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ്. സോ സൊസൈറ്റിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക് കണ്ടീഷൻസ് എന്ത് ചെയ്യും, നമ്മുടെ ഇൻ്റലിജൻസിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് നേച്ചർ ഓഫ് ഇൻ്റലിജൻസ് ആണ്. സോ നേച്ചർ ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോഴത്തെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇന്നേറ്റ് മെൻ്റൽ എബിലിറ്റി വിച്ച് ഗ്രോസ് ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ എൻവയോൺമെൻറ്റ്. സോ ഇന്നേറ്റ് മെൻ്റൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ജന്മന അല്ലെങ്കിൽ നമുക്ക് ജന്മന കിട്ടുന്ന ഒരു കഴിവാണ്, മെൻ്റൽ എബിലിറ്റിയാണ് ഇൻ്റലിജൻസ് ആണ് പറയുന്നത്. ഇനി അത് ജന്മന നമുക്കൊരു ബുദ്ധി ഉണ്ട് അല്ലേ, ഒരു ഇൻ്റലിജൻസ് ഉണ്ട്, ഇന്നേറ്റായിട്ട് നമുക്ക് ഇൻബോണായിട്ട് കിട്ടും ആ ഒരു മെൻ്റൽ എബിലിറ്റി. പക്ഷേ അത് എന്ത് ചെയ്യും, നമ്മൾ വളരുന്നതിനനുസരിച്ചായിരിക്കും അത് വളർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ വളരുന്നതിനനുസരിച്ച് അത് വളരും. അത് എന്തൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മുടെ എൻവയോൺമെൻറ്റ് ഈ ഒരു ഇൻ്റലിജൻസിന് എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. സോ ഇതാണ് ഒരു നേച്ചർ എന്ന് പറയുന്നത്. സെക്കൻഡ്, ഇറ്റ് ഷോസ് ദ കപ്പാസിറ്റി ടു അഡാപ്റ്റ് ടു ന്യൂ ഓർ ചേഞ്ച്ഡ് സിറ്റുവേഷൻ ക്വിക്ക്ലി ആൻഡ് കറക്റ്റ്ലി. സോ ഈ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇതിൽ എന്താ, ഒരു വ്യക്തിക്ക് ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ചേഞ്ചസ് വന്നാൽ അതിലോട്ട് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി, കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അതിലോട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റിയെ നമുക്ക് എന്തെന്ന് പറയാം, ഇൻ്റലിജൻസ്. അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ഉള്ള വ്യക്തികളായിരിക്കും അങ്ങനെ ഒരു ചേഞ്ച് വന്നാൽ അതിനനുസരിച്ച് ആക്ട് ചെയ്ത് ആ ഒരു സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകുന്നത്. സോ ഇനി അടുത്ത്, ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ക്യാരി ഓൺ ഹയർ മെൻ്റൽ പ്രോസസ് സച്ച് എസ് റീസണിങ്, ക്രിറ്റിസിസം, റാഷണൽ ആൻഡ് ജഡ്ജ്മെൻറ്റ്. സോ ഇനി ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എന്താ, ഹയർ മെൻ്റൽ പ്രോസസ്സുകളാണ്. അതായത് നമുക്ക് പറയാറുണ്ട് റീസണിങ്. സോ ഒരു ഡെഫിനേഷൻ തന്നിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൽ നിന്ന് റീസൺ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു ഹയർ ഓർഡർ മെൻ്റൽ പ്രോസസ്സാണ്. അതുപോലെ ക്രിട്ടിസൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഹയർ മെൻ്റൽ പ്രോസസ്സാണ്. അപ്പം ഇൻ്റലിജൻസ് ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ റാഷണലി തിങ്ക് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെൻറ്റ് എടുക്കണമെങ്കിലും എല്ലാം നമുക്ക് ഇൻ്റലിജൻസ് ആവശ്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഹയർ മെൻ്റൽ പ്രോസസ്സ് ക്യാരി ചെയ്യാനുള്ള നമ്മുടെ കഴിവിനെ നമുക്ക് എന്തെന്ന് പറയാം, ഇൻ്റലിജൻസ് എന്ന് പറയാം.
ഇറ്റ് ഷോസ് ദ കപ്പാസിറ്റി ടു ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ആൻഡ് അബ്സേർഡിറ്റി. സോ ഇത് അതുപോലെ തന്നെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് കണ്ട് അതിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ റിലേഷൻഷിപ്സ് ഉണ്ട്, അല്ലെങ്കിൽ അത് തമ്മിൽ എന്തൊക്കെ സാമ്യമുണ്ട്, സിമിലാരിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ട് എന്നൊക്കെ തിരിച്ചറിയാനുള്ള നമ്മൾ കപ്പാസിറ്റി, അല്ലെങ്കിൽ അത് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു കഴിവ്. സോ ഇതിനെല്ലാം നമുക്ക് എന്തെന്ന് പറയാം, ഇൻ്റലിജൻസിൻ്റെ ഒരു നേച്ചറാണ് ഇതെല്ലാം. ഇനി ഇറ്റ് ഇംപ്ലൈസ് എ കപ്പാസിറ്റി ടു ലേൺ ആൻഡ് സോൾവ് ഡിഫിക്കൽട്ട് ടാസ്ക് ആൻഡ് പ്രോബ്ലം. സോ അതുപോലെ തന്നെ ഒരു കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി, അതുപോലെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്കുകൾ അത് ചെയ്യാൻ, അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ. സോ ഇതിനുള്ള എല്ലാ കപ്പാസിറ്റിയെ നമുക്ക് എന്താ പറയാം, ഇൻ്റലിജൻസിൻ്റെ നേച്ചറാണ്. സോ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കവിടെ എന്ത് വേണം, ഇൻ്റലിജൻസ് വേണം. സോ ഇനി നമ്മൾ ടോട്ടൽ നമ്മുടെ ആ ഒരു സിലബസിൽ കംപ്ലീറ്റ് തിയറീസിൻ്റെ ഒരു ഓവറോൾ വ്യൂ ആണ്. സോ നിങ്ങൾക്ക് ഇത് ഇത്രയും പഠിച്ചു നിങ്ങൾക്ക് ഒരു മാർക്ക് ടോട്ടൽ നമുക്ക് ഈ ഒരു മൊഡ്യൂളിന് 2 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഡീപ്പായിട്ട് പോകണ്ട. പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കളയാൻ പറ്റില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, എല്ലാം ഓൾമോസ്റ്റ് അറിഞ്ഞു പോകണം. അതിനെപ്പറ്റി നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. കുറേ പേര് ചോദിക്കുന്നുണ്ട്, ചെറിയ മൊഡ്യൂളിൽ പഠിക്കാൻ ഒരുപാടുണ്ട്, പക്ഷേ മാർക്ക് 2 മാർക്കൊക്കെ ഉള്ളൂ, പക്ഷേ നമുക്കത് പഠിച്ചല്ലേ പറ്റൂ. സോ അപ്പോൾ നമുക്ക് മാക്സിമം അത് മനസ്സിലാക്കുന്ന രീതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പോകാം. ഇനി അപ്പോൾ തിയറീസ് എന്ന് പറയുമ്പോഴത്തേക്ക് തിയറീസിൽ മെയിനായിട്ട് നമ്മൾ ഓരോ തിയറീസും അത് ആരാണ് പ്രപ്പോസ് ചെയ്യുന്നത് അത് മെയിനായിട്ട് നിങ്ങൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു മാർക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് ഉറപ്പാണ്. സോ എന്തായിരിക്കും, ട്രയാർക്കിക് തിയറി ആരുടെയാണ്, സ്റ്റേൺബർഗ്. സോ അങ്ങനെയൊക്കെ ഉള്ള രീതിയിലായിരിക്കും. ചിലപ്പം 3-4 തിയറീസ് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നിട്ട് ചൂസ് ചെയ്യാനായിരിക്കും, മാച്ച് ചെയ്യാനായിരിക്കും. സോ അല്ലെങ്കിൽ റൈറ്റ് ഏതാണ്, പെയർ ഏതാണെന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ അപ്പോൾ ഒരു മാർക്ക് നമുക്കങ്ങനെ നോക്കാം. സോ അപ്പോൾ ഇത് ടോട്ടൽ നമ്മുടെ ഇതിലുള്ള തിയറീസ്, ഇത്രയും തിയറീസാണ് പഠിക്കാനുള്ളത്. സോ ആ തിയറീസും അതിൻ്റെ പ്രൊപ്പോണൻസും ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സോ 2 ഫാക്ടർ തിയറിയാണ്. 2 ഫാക്ടർ തിയറി എന്ന് പറയുന്നത് ഇൻ്റലിജൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസാണ് ഇതിൽ പറയുന്നത്. 2 ഫാക്ടർ തിയറി എന്ന് പറയുന്നത് സ്പിയർമാൻ്റെയും ഉണ്ട്, കാറ്റൽസിൻ്റെ ഉണ്ട്. ഇൻ്റലിജൻസിൽ തന്നെ 2 ഫാക്ടർ തിയറീസ് ഉണ്ട്. 2 ഘടകങ്ങളെ കുറിച്ചുള്ള തിയറീസാണ്. അതിൽ ഒന്ന് സ്പിയർമാൻ്റെതും ഒന്ന് കാറ്റലിൻ്റെ തിയറിയുമാണ്. സോ ഇപ്പോൾ 2 ഫാക്ടറിൻ്റെ അകത്ത് കാറ്റലിൻ്റെ ആണെങ്കിൽ അവർ പ്രത്യേകം ചോദിക്കും, ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഇൻ്റലിജൻസ് എന്ന് ക്ലാസിഫൈ ചെയ്തത് ആരാണ്, അത് ഏത് തിയറിയാണ്. സോ അത് 2 ഫാക്ടർ തിയറിയാണ്, അത് കാറ്റലിൻ്റെ ആണ്. സ്പിയർമാൻ്റെ ആണെങ്കിൽ വേറെ രീതിയാണ്, G ഫാക്ടറും S ഫാക്ടറുമാണ് അവിടെ ഘടകങ്ങളായിട്ട് വരുന്നത്. സോ അപ്പോൾ 2 ഫാക്ടർ സ്പിയർമാൻ. ഇനി ഗ്രൂപ്പ് ഫാക്ടർ തിയറി എന്ന് പറയും, അല്ലെങ്കിൽ മൾട്ടി ഫാക്ടർ തിയറി, അല്ലെങ്കിൽ അനാർക്കിക് തിയറി. സോ ഈ 3 പേര് വന്നാലും എന്താണ് സംഭവം, ഗ്രൂപ്പ് ഫാക്ടറിൻ്റെ ആണ്, അല്ലെങ്കിൽ മൾട്ടി ഫാക്ടർ തിയറി. അത് തേഴ്സ്റ്റൻ്റെ ആണ് മൾട്ടി ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. സോ മൾട്ടി ഫാക്ടർ തിയറി അല്ലെങ്കിൽ അനാർക്കിക് തിയറി. സോ അനാർക്കിക് എന്ന് കാണുമ്പം ഔട്ട് ഓഫ് സിലബസ് ആണ് എന്ന് വിചാരിക്കരുത്. മൾട്ടി ഫാക്ടർ തിയറിയുടെ മറ്റൊരു പേരാണ് അനാർക്കിക് തിയറി എന്ന് പറയുന്നത്. സോ തേഴ്സ്റ്റൻ്റെ ആണ് അനാർക്കിക് തിയറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഹൈറാർക്കിയൽ തിയറി ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഫിലിപ്പ് ഇ വെർണൻ്റെ ആണ്, 3rd വൺ. നെക്സ്റ്റ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് എന്ന് പറയുന്നത് ഗിൽഫോർഡിൻ്റെ ഇൻ്റലിജൻസ് തിയറിയാണ്. ഇനി ട്രയാർക്കിക് തിയറി എന്ന് പറയുന്നത് സ്റ്റേൺബർഗിൻ്റെ ആണ്. സോ ഇത് ആദ്യത്തെ 5 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ട്രഡീഷണൽ തിയറീസും 5 തൊട്ട് അങ്ങോട്ടുള്ളതാണ് കണ്ടംപററി തിയറീസ് എന്ന് പറയുന്നത്. സോ ട്രയാർക്കിക് തിയറി എന്ന് പറയുന്നത് സ്റ്റേൺബർഗിൻ്റെ ആണ്. സോ ഇനി മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, സോ അത് ഹവാർഡ് ഗാർഡനറിൻ്റെ ആണ്. 7th വൺ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഡാനിയൽ ഗോൾമാൻ ആണ് ഇതിൻ്റെ പ്രൊപ്പോണൻറ്റ്. ഇനി പാസ് മോഡൽ തിയറി എന്ന് പറയുന്നത് JP ദാസ് അല്ലെങ്കിൽ ജാക്ക് നഗീലേരി കെർബിയുടെ. സോ ഇവർ 3 പേരുടെയും തിയറിയാണ് പാസ് മോഡൽ തിയറി എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് തിയറീസ് എന്ന് പറയുന്നത്. സോ നമുക്ക് 2 ഫാക്ടർ തൊട്ടേ ഉള്ളൂ ഇൻ്റലിജൻസിനെ റിലേറ്റ് ചെയ്തിട്ട് 2 ഫാക്ടർ തിയറീസാണ് പറയുന്നത്. പക്ഷേ 1 ഫാക്ടർ തിയറീസിനെ കുറിച്ചും ആദ്യ കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻ്റലിജൻസിന് ഒരു ഘടകങ്ങളേ ഉള്ളൂ എന്നുള്ള രീതിയിലും വന്നിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് ഇപ്പോഴത്തെ ഇതിൽ പ്രസക്തമല്ല. സോ എന്നാൽ നമുക്ക് നോക്കാം. സം സൈക്കോളജിസ്റ്റ് ബിലീവ് ഇൻ്റലിജൻസ് ഇസ് എ ബേസിക് എബിലിറ്റി ദാറ്റ് എഫക്ട് പെർഫോമൻസ് ഓൺ ഓൾ കോഗ്നിറ്റീവ്ലി ഓറിയൻറ്റഡ് ടാസ്ക്സ്, വിൽ ഡു വെൽ ഇൻ എ കമ്പ്യൂട്ടിംഗ് mathematical problem, analyzing poetry, taking history, essay examination and solving riddles.
സോ ഈ ഒരു ആദ്യത്തെ ഒരു യൂണിഫാക്ടർ അല്ലെങ്കിൽ വൺ ഫാക്ടർ തിയറി പ്രകാരം പറയുന്നതെന്ന് പറയുന്നത് നമ്മുടെ കൊഗ്നിറ്റീവ് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമുക്കൊരു കൊഗ്നിറ്റീവ് ടാസ്ക് ചെയ്യാനുള്ള ആ ഒരു കഴിവിനെയാണ്, അല്ലെങ്കിൽ അതിനെ എഫക്റ്റ് ചെയ്യുന്ന ആ കഴിവിനെയാണ് നമ്മൾ അതിനൊരു ഫാക്ടറേ ഉള്ളൂ, അത് കൊഗ്നിറ്റീവ് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ആണ്. സോ അതിൽ തന്നെയാണ് എല്ലാ ഘടകങ്ങളും വരുന്നത്. ഒരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ മാത്സ് പ്രോബ്ലം ചെയ്യുക, അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം, ഒരു പോയട്രി അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററിയെക്കുറിച്ചൊരു എസ്സേ എഴുതുക. സോ ഇതെല്ലാം ഒറ്റ ക്രൈറ്റീരിയയിലാണ് വരുന്നത്. അല്ലെങ്കിൽ അതുപോലെ ഒരു കടങ്കഥ സോൾവ് ചെയ്യുക. സോ ഇതെല്ലാം ഒറ്റ ക്രൈറ്റീരിയയിലാണ്, അല്ലെങ്കിൽ ഒരു ഫാക്ടറാണ് ബുദ്ധിയുടെ എന്ന് പറയുന്നതാണ് യൂണിഫാക്ടർ തിയറി എന്ന് പറയുന്നത്. പക്ഷേ അടുത്തതാണ് ടു ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. ടു ഫാക്ടർ തിയറി ഡെവലപ്പ് ചെയ്തത് ചാൾസ് സ്പിയർമാൻ ആണ്. സോ ഫാദർ ഓഫ് ഫാക്ടർ അനാലിസിസ്. സോ ഫാക്ടർ അനാലിസിസിൻ്റെ ഫാദർ എന്നും അറിയപ്പെടുന്നത് ചാൾസ് സ്പിയർമാനെയാണ്. 1927. Intellectual abilities were comprised of two factors, one general ability or common ability known as G factor, and the other a group of specific abilities known as specific factor or S factor. So G factor is universal inborn ability. Greater G in an individual leads to greater success in life. An English psychologist, Charles Spearman, developed his two-factor theory of intelligence in 1940. According to this theory, intellectual abilities are comprised of two factors, GS factor and G factor. So, ഈ two-factor theory അനുസരിച്ച് ചാൾസ് സ്പിയർമാൻ പറയുന്നത് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന രണ്ട് ഘടകങ്ങൾ ചേരുന്നതാണ് ബുദ്ധി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ G factor എന്ന് പറയുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആണ്. സോ അതുപോലെ S factor എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻ്റലക്ച്വൽ എബിലിറ്റിയാണ് എസ് ഫാക്ടർ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഈ ഒരു G ആൻഡ് S, G ഫാക്ടറും S ഫാക്ടറിൻ്റെയും കൂടെ സം ആണ് ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻ്റലിജൻസ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സോ ദെൻ G ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് യൂണിവേഴ്സൽ ഇൻബോൺ എബിലിറ്റി, നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന, അല്ലെങ്കിൽ ഇൻബോൺ ആയിട്ട് നമ്മൾ ജനിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇൻബോൺ ആയിട്ട് കിട്ടുന്ന കഴിവുകളെയാണ് നമ്മൾ G ഫാക്ടർ അല്ലെങ്കിൽ ജനറൽ എബിലിറ്റി എന്ന്, അല്ലെങ്കിൽ കോമൺ എബിലിറ്റി, എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന അല്ലെങ്കിൽ ഇൻബോൺ ആയിട്ട് കിട്ടുന്ന കഴിവുകളെയാണ് നമ്മൾ G ഫാക്ടറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. S factor is acquired from the environment. It varies from activity to activity in the same individual. So S factor എന്ന് പറയുന്നത് ഇൻ്റലിജൻസിൻ്റെ, സോ ഇത് നമുക്ക് എൻവയോൺമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. സോ ഇത് ഓരോ വ്യക്തികളിൽ എന്ത് ചെയ്ത് വേരി ചെയ്ത് വരാം. ചില ആക്ടിവിറ്റി ചെയ്യുമ്പോഴത്തേക്ക് ചിലർക്ക് ആ ഒരു S ഫാക്ടർ മാത്രം മതിയായിരിക്കും. ചിലത് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഇത് തന്നെ ചെയ്യുമ്പോൾ ആ ഒരു സ്പെസിഫിക് ഫാക്ടർ എന്ത് ചെയ്യും, അവിടെ മാറി വരും. സോ S ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ എൻവയോൺമെൻറ്റിൽ നിന്ന് അക്യൂർ ചെയ്യുന്നതാണ്. ഇത് എന്ത് ചെയ്യാം, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി അനുസരിച്ച് അത് സെയിം ഇൻഡിവിജ്വലിന് തന്നെ അതെന്ത് ചെയ്യും, മാറി സ്പെസിഫിക് ഫാക്ടർ മാറി വരും. സോ സ്പെസിഫിക് എബിലിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് S1, S2, S3 എന്നാണ്. സോ അപ്പോൾ ഈ ഒരു തിയറി അനുസരിച്ച് ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇൻ്റലിജൻസിനെ A ആയിട്ട് ഡിനോട്ട് ചെയ്താൽ = G, അതായത് ജനറൽ ഇൻ്റലിജൻസ്. സോ ജനറൽ ഫാക്ടർ എന്നും സ്പെസിഫിക് ഫാക്ടർ എന്നുമാണ്. സോ അപ്പോൾ G ജനറൽ ഫാക്ടർ, S സ്പെസിഫിക് എബിലിറ്റീസ് ആണ്. സോ അപ്പം ഇതിന് നമുക്ക് A = G + S1 + S2 + S3. അപ്പം എത്ര സ്പെസിഫിക് ആയിട്ടുള്ള എബിലിറ്റീസ് ഉണ്ടോ അതെല്ലാം എന്ത് ചെയ്യാം, ഈ ഒരു S1, S2ൽ ആഡ് ചെയ്ത് പോകാം. സോ അപ്പോൾ ജനറൽ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് ജനറൽ ഫാക്ടേഴ്സ്. അത് ഓരോ വ്യക്തികളിലും എന്തായിരിക്കും, അത് വ്യത്യാസപ്പെട്ടിരിക്കും. And the performance of a particular task depend on G factor or general ability and the particular S factor and specific factor. So ഒരു കാര്യം നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പെർഫോമൻസ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. അത് ഒന്ന് ജനറൽ എബിലിറ്റി അല്ലെങ്കിൽ ജനറൽ ഫാക്ടർ എന്ന് പറയും. സോ അല്ലെങ്കിൽ രണ്ടാമത്തത് പർട്ടിക്കുലർ ഫാക്ടർ അല്ലെങ്കിൽ സ്പെസിഫിക് ഫാക്ടർ എന്ന് പറയും. സോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, എല്ലാവർക്കും എന്താണ് ജനറൽ എബിലിറ്റി, പാടാനുള്ള കഴിവ്. നമുക്ക് ഭയങ്കര രീതിയിൽ നല്ലപോലെ പാടാനൊന്നും അറിയത്തില്ലായിരിക്കാം, പക്ഷേ എല്ലാവർക്കും പാടാൻ പറ്റും. നിങ്ങൾ വെറുതെ ഒന്ന് പാടി നോക്കി, എല്ലാവരും പാടാറുണ്ടല്ലേ. അത് ഒരു ജനറൽ എബിലിറ്റി, എല്ലാവർക്കും ആ പാടാനുള്ള കഴിവുണ്ട്. പക്ഷേ അത് മാത്രം പോരാ അല്ലേ, അതിൽ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള
കഴിവ്, അതിൽ ഓരോ ശ്രുതികൾ ചേരണം, അങ്ങനെ ഓരോ ഘടകങ്ങളുണ്ട്. താളം, ലയം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികൾ അതിൻ്റെ അകത്തുണ്ട്. സോ അതെല്ലാം കൂടെ ചേർന്നാലേ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ളൊരു ഇതായിട്ട് മാറത്തുള്ളൂ. സോ അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങുന്നതന്നെയാണ്. സോ ഇതിൻ്റെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഈ ഓരോ സ്പെസിഫിക് എബിലിറ്റി, ആ ഒരു താളത്തിനനുസരിച്ച് പാടുക, സോ ആ ഒരു രാഗത്തിനനുസരിച്ച് പാടുക, ഇതെല്ലാം എന്താണ് ഒരു വ്യക്തിയുടെ സ്പെസിഫിക് എബിലിറ്റീസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അതിനെ ഓരോന്നിനെ നമുക്ക് S1, S2, S3 ആയിട്ട് കൂട്ടാം. സോ അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, ഇൻ്റലിജൻസ് എന്നാണ് ഇതിൽ പറയുന്നത്. സോ പാട്ട് പാടുന്ന ഇൻ്റലിജൻസ് ആണെന്നല്ല പറഞ്ഞാൽ, അതൊരു ഉദാഹരണമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. സോ എല്ലാവർക്കും ഒരേ എബിലിറ്റി കാണും, അതിൽ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള എബിലിറ്റീസ് എന്ത് ചെയ്യും, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് അത് ഒരു നല്ലൊരു ഇൻ്റലിജൻസ് എന്നുള്ള രീതിയിൽ മാറുന്നതെന്നാണ് ഈ ഒരു തിയറി പ്രകാരം പറയുന്നത്. പിന്നെ ഒരു G ഫാക്ടറും S ഫാക്ടറും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. സോ ഇറ്റ് ഈസ് യൂണിവേഴ്സൽ ഇൻബോൺ എബിലിറ്റി ആണ്. സോ ഇത് നമുക്ക് എല്ലാവർക്കും ജന്മന അല്ലെങ്കിൽ കിട്ടുന്ന ഒരു കഴിവാണ്, ഇൻബോൺ ആയിട്ട് കിട്ടുന്ന ഒരു കഴിവാണ് G ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി പക്ഷേ S ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? സോ ഇൻബോൺ എബിലിറ്റി, യൂണിവേഴ്സൽ ഇൻബോൺ എബിലിറ്റി, പാട്ട് പാടുന്നത് തന്നെ ഓർത്ത് വെച്ചിരിക്കും, എല്ലാവർക്കും പാടാൻ പറ്റും. പക്ഷെ നല്ല രീതിയിൽ പാടണമെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഏരിയയിൽ സ്പെസിഫിക് ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് വേണം, എന്നാലേ അത് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ പാടാൻ പറ്റത്തുള്ളൂ. അപ്പം G ഫാക്ടർ അവിടെ എല്ലാവർക്കും ഉണ്ട്, അത് ഇൻബോൺ എബിലിറ്റിയാണ്. സോ S ഫാക്ടർ എന്ന് പറയുന്നത്, ഇത് നമ്മളിനി എങ്ങനെയാണ് പഠിച്ചെടുക്കുന്നത്, ഈ സ്പെസിഫിക് കാര്യങ്ങൾ ലേൺ ആൻഡ് അക്വേർഡ് ഫ്രം എൻവയോൺമെൻറ്റ്, നമ്മൾ കേട്ടും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കാര്യങ്ങൾ, സംഗതികളെക്കുറിച്ചൊക്കെ പഠിച്ചുമൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, S ഫാക്ടർ ലേൺ ചെയ്തെടുക്കുക, നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് ലേൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇറ്റ് ഈസ് ജനറൽ മെൻ്റൽ എബിലിറ്റി, ഇത് നമ്മൾ ജനറലായിട്ട് കാണുന്നത് നമ്മുടെ ഒരു മെൻ്റൽ എബിലിറ്റിയാണ്, കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള മെൻ്റൽ കഴിവുകളെയാണ് ഈ G ഫാക്ടറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ദിസ് ആർ സ്പെസിഫിക് ആണ്, അത് ഓരോന്നിനും ഓരോ എബിലിറ്റീസ് ആയിരിക്കും വരുന്നത്. ഇനി നെക്സ്റ്റ് ഈസ് ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ഇൻ വൺ ഇൻഡിവിജ്വൽ. ഇനി ഇത് ഒരു വ്യക്തികളിൽ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. ഇനി S ഫാക്ടർ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇറ്റ് വേരീസ് ഫ്രം ആക്ടിവിറ്റി ടു ആക്ടിവിറ്റി ഇൻ സെയിം ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വലിൽ തന്നെ അത് എന്ത് ചെയ്യും, സ്പെസിഫിക് ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്ത് ഓരോ ആക്ടിവിറ്റി അനുസരിച്ച് അത് എന്ത് ചെയ്യാം, വേരി ചെയ്ത് വരാം. ഇനി G ഫാക്ടർ എന്ന് പറയുന്നത് ഡിഫർ ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. G ഫാക്ടേഴ്സ് ഓരോ വ്യക്തികൾ തമ്മിൽ എന്തായിരിക്കും, ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ഞാൻ പാടുന്ന അതേ രീതി ആയിരിക്കത്തില്ല മറ്റൊരാൾ പാടുന്നത്, പക്ഷെ അവർക്ക് കോമൺ ആയിട്ട് പാടാനറിയാം, പക്ഷേ അവിടെ എന്തുണ്ട്, ഓരോ വ്യക്തികൾ തമ്മിൽ വ്യത്യാസമുണ്ട്, ഓരോ വ്യക്തികളുടെയും ജനറൽ ഫാക്ടേഴ്സ് തമ്മിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. പക്ഷേ S ഫാക്ടർ ആകുമ്പം ഇൻഡിവിജ്വൽ ഡിഫേഴ്സ് ഇൻ ദ എമൗണ്ട് ഓഫ് S എബിലിറ്റി. സോ അതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽസിനും അവരിലെ S ഫാക്ടർ എന്ത് ചെയ്യും, ഡിഫറൻറ്റ് ചെയ്ത് ഇരിക്കും. ഇനി G ഫാക്ടർ നമ്മൾ എവരിഡേ ആക്ടിവിറ്റി ജീവിതത്തിലെല്ലാ ഇടത്തും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് G ഫാക്ടർ എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ, 2 ഫാക്ടർ തിയറി, സ്പിയർമാൻ്റെ 2 ഫാക്ടർ തിയറി. സോ അതിൽ G ഫാക്ടറും S ഫാക്ടറും എന്നാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ ഇത്രയും ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്ത് നമ്മൾ കാറ്റിൽസ് തിയറി ഓഫ് ഇൻ്റലിജൻസ് ആണ്. സോ കാറ്റിൽസ് തിയറി ഓഫ് ഇൻ്റലിജൻസ്, റെയ്മണ്ട് കാറ്റിൽ, എ സൈക്കോളജിസ്റ്റ്, ഫസ്റ്റ് പ്രൊപ്പോസ് ദ കൺസെപ്റ്റ് ഓഫ് ഫ്ലൂയിഡ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ആൻഡ് ഫർദർ ഡെവലപ്ഡ് ദ തിയറി വിത്ത് ജോൺ ഹോൺ. സോ കാറ്റിൽസ് തിയറി ആദ്യം അദ്ദേഹമാണ് പ്രൊപ്പോസ് ചെയ്തത്. ആദ്യം ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്നും ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്ന് ക്ലാസിഫൈ ചെയ്ത് തിയറി കൊണ്ടുവന്നു. പിന്നീട് ഇതിനൊരു തിയറി ആയിട്ട് ജോൺ ഹോണും കൂടി ആയിട്ട് ചേർന്നിട്ടാണ് ഇതൊരു തിയറി ആയിട്ട് കൊണ്ടുവന്നത്. ദ കാറ്റിൽ ഹോൺ തിയറി ഓഫ് ഫ്ലൂയിഡ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് സജസ്റ്റ് ദാറ്റ് ഇൻ്റലിജൻസ് ഇസ് കമ്പോസ്ഡ് ഓഫ് ഡിഫറെൻറ്റ് എബിലിറ്റീസ് ദാറ്റ് ഇൻറ്ററാക്ട് ആൻഡ് വർക്ക് ടുഗദർ ടു പ്രൊഡ്യൂസ് ഓവറോൾ ഇൻഡിവിജ്വൽ ഇൻ്റലിജൻസ്. സോ ഈ ഒരു തിയറി പ്രകാരം പറയുന്നത്, ഇവിടെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എബിലിറ്റീസ് ഇൻട്രാക്ട് ചെയ്ത് അത് ഒന്നിച്ച് വർക്ക് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓവറോൾ ഇൻ്റലിജൻസിനെയാണ് ഓവറോൾ ഇൻഡിവിജ്വൽ ഇൻ്റലിജൻസ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സോ അപ്പോൾ എന്താണ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് നോക്കാം. ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് കംപ്രൈസസ് ദ സ്കിൽസ് ആൻഡ് നോളജ് അക്വയർഡ് ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് അക്കൾച്ചറേഷൻ. സോ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമുക്ക് സ്കിൽസ്, നമുക്ക് നോളജ് നമ്മൾ എഡ്യൂക്കേഷനിലൂടെ അല്ലെങ്കിൽ അക്കൾച്ചറേഷൻ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ നിന്നൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിച്ചെടുക്കുന്നു. ഇതെല്ലാം അടങ്ങുന്ന നമ്മുടെ ഇൻ്റലിജൻസിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ അപ്ലൈയിങ് ഓൾഡ് നോളജ് ടു സോൾവ് എ ന്യൂ പ്രോബ്ലം ഡിപ്പെൻഡ് ഓൺ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്. സോ നമുക്കൊരു ആപ്ലിക്കേഷൻ ലെവൽ, മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു കാര്യം സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ
മുമ്പ് എപ്പോഴോ പഠിച്ചിട്ടുണ്ട്. പിന്നീട് ഭാവിയിൽ നമുക്കൊരു പ്രോബ്ലം വരികയാണെങ്കിൽ ആ പ്രോബ്ലം എന്ത് ചെയ്യും, മുമ്പ് നമ്മൾ പഠിച്ച കാര്യം വെച്ച് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ്. സോ ഇങ്ങനെയുള്ളതിനെ നമ്മൾ അതിനെ അപ്ലൈ ചെയ്യുകയാണ്, ആ ഓൾഡ് നോളജിനെ അവിടെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള നോളജിന് അല്ലെങ്കിൽ ഇൻ്റലിജൻസിനാണ് നമ്മൾ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. Many psychologists believe that crystallized intelligence increases with age as people learn new skills and facts. However, researchers disagree about the precise relationship between crystallized intelligence and age. സോ ഇത് ഇൻ്റലിജൻസ് നമ്മുടെ ഏജുമായിട്ട് റിലേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ഏജ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് കൂടി വരുമെന്നാണ് പറയുന്നത്. ചിലരെന്ത് ചെയ്യുന്നത് തെറ്റാണ്, ഏജുമായിട്ട് റിലേഷൻ ഇല്ല, പ്രിസൈസായിട്ട് നമുക്ക് റിലേഷൻ ഇന്ന ഏജിൽ ഇത്രയും വരുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ റിലേഷൻ ഉണ്ട്. ഇനി കാറ്റൽ ബിലീവ് ദാറ്റ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ഇൻ്ററാക്ട് വിത്ത് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്. സോ കാറ്റിൽ പറയുന്നത് നമ്മുടെ ഈ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് എന്ത് ചെയ്യും, ഫ്ലൂയിഡ് ഇൻ്റലിജൻസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാറുണ്ട്. സോ ഇനി അടുത്ത ഫാക്ടറാണല്ലോ ഇൻ്റലിജൻസിന് അടുത്ത ഫാക്ടറായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്നാണ്. സോ ഇതെന്ന് പറയുന്നത് ദ എബിലിറ്റി ടു തിങ്ക് ആൻഡ് റീസൺ അബ്സ്ട്രാക്ട്ലി ആൻഡ് സോൾവ് പ്രോബ്ലം. സോ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള നമ്മുടെ കഴിവ്, അതിന് റീസൺ കണ്ടെത്താനുള്ള, അബ്സ്ട്രാക്റ്റ് കാര്യങ്ങളാണെങ്കിൽ പോലും അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു റീസൺ കണ്ടെത്താനുള്ള നമ്മുടെ കഴിവിനെയാണ് അവിടെ എന്തെന്ന് പറയുന്നത്, ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സോ ക്രിസ്റ്റൽ ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ പഠിച്ച കാര്യം എടുത്ത് ഇങ്ങോട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നതാണ്. പക്ഷേ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് തിങ്ക് ചെയ്യണം എന്നുള്ള കഴിവ് വേണം. അത് എന്തുകൊണ്ടത് സംഭവിച്ചു, ചിലപ്പോൾ ചില കാര്യങ്ങൾ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ആ കാര്യം എങ്ങനെ സംഭവിച്ചു അതിന് റീസൺ കണ്ടെത്തി അത് സോൾവ് ചെയ്യാനുള്ള കഴിവ്, അതാണ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്. സോ ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ഇൻ്റലിജൻസ് എന്ന്, അല്ലെങ്കിൽ ഒരു ബുദ്ധിയുടെ ഘടകം എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്, അല്ലെങ്കിൽ ഒരു ബുദ്ധിയുടെ ഘടകങ്ങൾ ഈ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസും ഫ്ലൂയിഡ് ഇൻ്റലിജൻസും കൂടെ ചേരുന്നതാണെന്നാണ് ഈ ഒരു തിയറിയിലൂടെ പറയുന്നത്. ദിസ് എബിലിറ്റി ഈസ് കൺസിഡേർഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലേണിംഗ്, എക്സ്പീരിയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ. സോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പഠനത്തിലൂടെയോ അല്ലെങ്കിൽ എക്സ്പീരിയൻസിലോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലൂടെ മാത്രം കിട്ടുന്നതല്ല, ഇതെല്ലാം വ്യത്യസ്തമാണ്. അത് ഓരോ വ്യക്തികളെ ബേസ് ചെയ്തിരിക്കുകയല്ലേ ഈ ഒരു ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എത്ര നമ്മൾ പഠിച്ചാലും ചിലർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനെക്കുറിച്ച് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യം തിങ്ക് ചെയ്യാനുള്ള കഴിവ് കിട്ടത്തില്ല, ചിലപ്പോൾ റീസൺ ചെയ്യാനുള്ള കിട്ടത്തില്ല. സോ അപ്പോൾ ഇത് രണ്ടും കൂടെ അടങ്ങുന്നതാണ് ഇൻ്റലിജൻസ് എന്നാണ് കാറ്റിൽ പറയുന്നത്. ഇനി ഫ്ലൂയിഡ് ഇൻ്റലിജൻസും എന്ത് ചെയ്യും, ഏജ് അനുസരിച്ച് കുറയും എന്നാണ് പറയുന്നത്. ഈ ബോത്ത് ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ഇൻക്രീസ് ത്രൂ ഔട്ട് ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ്. സോ അഡോളസൻസ് ടു ഒരു ഏജിലാണ് ഇത് രണ്ട് ഇൻ്റലിജൻസും കൂടുന്നത്. ഇനി ഇതിൻ്റെ പീക്ക് എത്തുക എന്ന് പറയുന്നത് അഡോളസൻ ഏജിലാണ്. ഇനി അത് കുറയാൻ തുടങ്ങുന്നത്, ഈ ഒരു രണ്ട് ഇൻ്റലിജൻസ് കുറയാൻ തുടങ്ങുന്നത് 30-40 വയസ്സാകുന്ന ഒരു ടൈമിലായിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഗ്രൂപ്പ് ഫാക്ടർ തിയറിയാണ്. സോ ഗ്രൂപ്പ് ഫാക്ടർ അല്ലെങ്കിൽ മൾട്ടി ഫാക്ടർ തിയറി എന്ന് പറയും. സോ മൾട്ടി ഫാക്ടർ അല്ലെങ്കിൽ അനാർക്കിക് തിയറി എന്ന് പറയുന്നതും ഗ്രൂപ്പ് ഫാക്ടറാണ്. സോ ഇത് തേഴ്സ്റ്റൻ്റെ ആണ് ഗ്രൂപ്പ് ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. സോ ഇതിൽ ഈ ഒരു മൾട്ടി ഫാക്ടർ തിയറിയിൽ ഇവിടെ ജനറൽ ഇൻ്റലിജൻസ് എന്ത് ചെയ്യുന്നു, റിജക്റ്റഡ് ആണ്. ഇപ്പോൾ സ്പിയർമാൻ പറഞ്ഞ ജനറൽ ഫാക്ടറൊക്കെ എന്ത് ചെയ്യുന്നു, ഇവിടെ റിജക്റ്റഡ് ആണ്. ദിസ് തിയറി കൺസിഡർഡ് ഇൻ്റലിജൻസ് എ കോമ്പിനേഷൻ ഓഫ് ന്യൂമറസ് സെപ്പറേറ്റ് ഫാക്ടേഴ്സ്. സോ ഇവിടെ ജനറൽ ഫാക്ടർ എന്ന് പറയുന്ന ഒന്നുമില്ല, ഇവിടെ കുറേ സെപ്പറേറ്റ് ആയിട്ടുള്ള ഘടകങ്ങൾ ചേരുന്നത്, മൾട്ടി ഫാക്ടേഴ്സ്, ഒന്നില്ല അല്ലെങ്കിൽ രണ്ടിലധികം, അല്ലെങ്കിൽ തേഴ്സ്റ്റൻ്റെ ഇതിൽ പറയുന്നത് 7 ഫാക്ടേഴ്സാണ് ഇവിടെ പറയുന്നത്. 7 ഫാക്ടേഴ്സ് ചേരുന്നതാണ്, അല്ലെങ്കിൽ ഒരുപാട് സെപ്പറേറ്റ് ഫാക്ടേഴ്സ് അടങ്ങുന്നതാണ് ഇൻ്റലിജൻസ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. Instead of viewing intelligence as a single general ability, Thurston theory focused on 7 primary mental abilities. So, സ്പിയർമാൻ്റെ പോലെ ഒരു സിംഗിൾ ആയിട്ടുള്ളൊരു ജനറൽ എബിലിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് എബിലിറ്റി എന്ന് പറയുന്നത് പോലെ ജനറൽ എബിലിറ്റിയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. ഇതിവിടെ പറയും തേഴ്സ്റ്റൺ ഫോക്കസ് ചെയ്യുന്നത് പ്രൈമറി ആയിട്ട് 7 മെൻ്റൽ എബിലിറ്റീസ് ഉണ്ടെന്നാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത് ഈ ഒരു തിയറിയിലൂടെ പ്രപ്പോസ് ചെയ്യുന്നത്. ആ 7 ഫാക്ടേഴ്സാണ്. ഒന്ന് വെർബൽ ഫാക്ടർ. സോ ഒരു വ്യക്തിയുടെ ഒരു ഇൻ്റലിജൻസ് അളക്കുക അല്ലെങ്കിൽ നോക്കുക എന്ന് പറയുന്നത് അയാളുടെ ജനറൽ ഫാക്ടറും അയാൾക്ക് ആ ഏരിയയിലുള്ള സ്പെസിഫിക് ഫാക്ടറും മാത്രം നോക്കിയാൽ പോരാ. സോ 7 ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞതാണ് തേഴ്സ്റ്റൺ. അതിലൊന്നാമത്താണ് വെർബൽ ഫാക്ടർ.
അത് വെർബലായിട്ടുള്ള കാര്യം. ഫൗണ്ടൻ ടെസ്റ്റ് ഇൻവോൾവിങ് കോംപ്രഹെൻഷൻ. സോ എന്താണ് വെർബലായിട്ട് പറയാനുള്ള കാര്യം, അതിൽ നമുക്ക് ഒരുപാട് ടെസ്റ്റുകൾ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ കോംപ്രഹെൻഷൻ അല്ലെങ്കിൽ ഒരു കാര്യം വെർബലി പറഞ്ഞുകൊണ്ടോ ഒക്കെ ഇത് നമുക്ക് എന്ത് ചെയ്യാം, വെർബൽ ഫാക്ടർ ഒരു വ്യക്തിയുടെ കണ്ടുപിടിക്കാം. അതുപോലെ സ്പേഷ്യൽ ഫാക്ടർ, എബിലിറ്റി ടു ഇമാജിൻ ആൻഡ് ഒബ്ജക്റ്റ് ഇൻ സ്പേസ്. സോ ഒന്നും കാണാത്ത ഒരു കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനുള്ളൊരു കഴിവ്. സോ നമ്മൾ ആർക്കിടെക്ട്സ് ഒക്കെ പിക്ചേഴ്സും അല്ലെങ്കിൽ ഒരു വീടൊക്കെ വരച്ചെടുക്കുക എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെ ഒരു ഒബ്ജക്റ്റ്, അങ്ങനെ ഒരു വീട് അവർ വിഷ്വലി സ്പേഷ്യലി അവരതിനെ വിഷ്വലൈസ് ചെയ്താണ് ഇവിടെ എഴുതുന്നത്. സോ അതാണ് ഒരു ഫാക്ടർ, സ്പേഷ്യൽ ഫാക്ടർ എന്ന് പറയും. നമുക്കില്ല ഒരു സ്പേസിലുള്ള അല്ലെങ്കിൽ ഇല്ലാത്തൊരു ഒബ്ജക്റ്റിനെ കുറിച്ച് നമുക്കത് കാണാനുള്ള ഒരു ഇമാജിൻ ചെയ്യാനുള്ളൊരു കഴിവ്. തേർഡ് ഇസ് നമ്പർ ഫാക്ടർ, എബിലിറ്റി ടു ഡു ന്യൂമറിക്കൽ കാൽക്കുലേഷൻ റാപ്പിഡ്ലി ആൻഡ് ആക്യുറേറ്റ്ലി. സോ ന്യൂമറിക്കൽസ് മാത്സ് ചെയ്യാനുള്ള കഴിവുകൾ. സോ അതുപോലെ കാൽക്കുലേറ്റ് ചെയ്യുക, കാര്യങ്ങൾ അക്യുറേറ്റ് ആയിട്ട് പറയുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്പർ ഫാക്ടറിൽ വരുന്നത്. അതുപോലെ മെമ്മറി ഒരു ഫാക്ടറാണ്, ഇൻവോൾവിങ് എബിലിറ്റി ടു മെമ്മറൈസ് ക്വിക്ക്ലി. സോ മെമ്മറി ഒരു ഫാക്ടറായിട്ട് വരുന്നുണ്ട് തേഴ്സ്റ്റൻ്റെ 7 ഫാക്ടർ തിയറിയിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫാക്ടർ തിയറിയിൽ. നെക്സ്റ്റ് ഇസ് റീസണിങ് ഫാക്ടറാണ്, ഫൗണ്ട് ഇൻ ടാസ്ക്സ് ദാറ്റ് റിക്വയർ എ സബ്ജക്ട് ടു ഡിസ്കവർ എ റൂൾ ഓർ പ്രിൻസിപ്പിൾ ഇൻവോൾവ് ഇൻ എ സീരീസ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ്. ഓർ റീസണിങ് ഫാക്ടേഴ്സ്. സോ എന്തെങ്കിലും ഒരു കാര്യം കൊടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ അതിൽ നിന്നൊരു റീസൺ കണ്ടെത്തുക, അതിൽ നിന്ന് ഇങ്ങനെ സംഭവിച്ചു, അതിൽ നിന്നൊരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ റൂൾ ഡെവലപ്പ് ചെയ്തെടുക്കുക, ഇങ്ങനെയൊക്കെ വരും. ഇതാണ് അടുത്തൊരു 5ാമത്തെ ഫാക്ടർ. 6th one, perceptual factor, ability to perceive object accurately. സോ പെർസെപ്ഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ പെർസീവ് ചെയ്യാനുള്ള കഴിവ്. സോ ഒരു കാര്യം കാണിച്ചാൽ അത് കറക്റ്റായി അത് ആ ഒബ്ജക്റ്റ് ആണെന്ന് പെർസീവ് ചെയ്യാനുള്ളൊരു കഴിവ് ഉണ്ടായിരിക്കണം. സോ അപ്പം അതും ഇൻ്റലിജൻസിൻ്റെ ഒരു ഫാക്ടറാണ്. സോ അതുപോലെ ഒരു പ്രോബ്ലം സോൾവിങ് ഫാക്ടർ. സോ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നുകൊണ്ട് അതിനെ സോൾവ് ചെയ്യാനുള്ള കഴിവ്. സോ ഇത്രയും ഫാക്ടേഴ്സ് അടങ്ങുന്നതാണ് ഇൻ്റലിജൻസ് എന്നാണ് ഈ ഒരു തിയറി പ്രകാരം പറയുന്നത്. സോ അപ്പം 7 ആണ് വെർബലി ഉള്ളത്, സ്പേഷ്യൽ, നമ്പർ ഉണ്ട്, മെമ്മറി ഒരു ഫാക്ടറാണ്, റീസണിങ്, പെർസെപ്ച്വൽ ആൻഡ് പ്രോബ്ലം സോൾവിങ്. സോ ഇത്രയുമാണ് തേഴ്സ്റ്റൻ്റെ 7 ഫാക്ടർ തിയറിയിൽ പറയുന്നത്. ഇനി ബേസ്ഡ് ഓൺ ദിസ് ഫാക്ടർ തേഴ്സ്റ്റൺ കൺസ്ട്രക്റ്റഡ് എ ന്യൂ ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ് നോൺ ആസ് ടെസ്റ്റ് ഓഫ് പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ്. സോ ഈ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ട് ഇൻ്റലിജൻസിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ടെസ്റ്റാണ് പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് എന്ന് പറയുന്നത്. തേഴ്സ്റ്റൻ്റെ ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റാണ് PMA എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഹൈറാർക്കിയൽ തിയറിയാണ്. സോ ഫിലിപ്പ് ഇ വെർണൻ്റെ ഹൈറാർക്കിയൽ തിയറി ഓഫ് ഇൻ്റലിജൻസ് ആണ്. സോ ഇതിവിടെ ഹയസ്റ്റ് ലെവലായിട്ട് പറയുന്നത് G ആണ്. മസ്റ്റ് കൺസിഡർ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് എ മെഷർ ഇൻ്റലിജൻസ്. ഇനി ഇവിടെ മേജർ ഗ്രൂപ്പും മൈനർ ഗ്രൂപ്പ്സ് എന്നും പറഞ്ഞാണ്. സോ അതിൻ്റെ നമുക്ക് ഇതിൻ്റെ ഒരു പിക്ചർ കാണാം. സോ ഇതിൽ ജനറൽ എബിലിറ്റി, സോ അതിനെ തന്നെ രണ്ടായിട്ട് വീണ്ടും ഇതാക്കുന്നുണ്ട്. അതിൽ മേജർ ഗ്രൂപ്പ് ഫാക്ടേഴ്സ് വരുന്നു, അതിൽ വെർബലും സ്പേഷ്യൽ മെക്കാനിക്കൽസും വരുന്നുണ്ട്. ഇനി ആ മേജർ ഗ്രൂപ്പിൽ തന്നെ ഓരോന്നിൽ നിന്നും എന്തായിട്ട് പോകുന്നുണ്ട്, വെർബൽ എഡ്യൂക്കേഷനിൽ നിന്ന് മൈനർ ഗ്രൂപ്പ് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ക്രിയേറ്റീവ് എബിലിറ്റീസ്, വെർബലിൽ നിന്ന് ക്രിയേറ്റീവ് എബിലിറ്റീസ്, വെർബൽ ഫ്ലുവൻസി, ന്യൂമറിക്കൽ ഫാക്ടേഴ്സ്. സോ അങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ സ്പേഷ്യൽ മെക്കാനിക്സ്, മേജർ ഗ്രൂപ്പായിട്ടുള്ള സ്പേഷ്യൽ മെക്കാനിക്കലിൽ നിന്ന് പിന്നീട് എന്തായിട്ട് മാറുന്നുണ്ട്, സ്പേഷ്യൽ ഫാക്ടേഴ്സ്, സൈക്കോമോട്ടർ ഫാക്ടർ, മെക്കാനിക്കൽ ഇൻഫർമേഷൻ ഫാക്ടേഴ്സ്. സോ ഇനി ഈ ഓരോ മൈനർ ഗ്രൂപ്പിൽ നിന്നും പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ സ്പെസിഫിക് ഫാക്ടേഴ്സും ഉണ്ട്. സോ ഇതൊരു ഹൈറാർക്കിയൽ ലെവലിൽ അദ്ദേഹം ഓർഡർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏറ്റവും ടോപ്പിൽ ജനറൽ എബിലിറ്റി വരുന്നു, മേജർ ഗ്രൂപ്പ് ഫാക്ടേഴ്സ് വരുന്നു. അത് മേജർ ഗ്രൂപ്പ് ഫാക്ടേഴ്സ് ഏതാണ്, വെർബൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ വരും. ഒന്ന് സ്പേഷ്യൽ അല്ലെങ്കിൽ സ്പേഷ്യൽ മെക്കാനിക്കൽ വരും. ഇനി അതിൽ നിന്ന് തന്നെ അടുത്ത ഇതായിട്ട് ഹൈറാർക്കി ആയിട്ട് വെച്ചിട്ടുണ്ടല്ലേ മൈനർ ഗ്രൂപ്പ് ഫാക്ടേഴ്സ്. സോ ഇങ്ങനെ ഒരു ഹൈറാർക്കിയൽ ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഫിലിപ്പ് ഇ വെർണൻ്റെ ഹൈറാർക്കിയൽ മോഡൽ ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ആദ്യത്തെ G അറ്റ് ഹയസ്റ്റ് ലെവലിൽ വരുന്നതാണ് G ഫാക്ടർ അല്ലെങ്കിൽ ജനറൽ എബിലിറ്റീസ്. സോ അത് കഴിഞ്ഞ് അടുത്ത നെക്സ്റ്റ് ലെവലിലാണ് മേജർ ഗ്രൂപ്പ് ഫാക്ടേഴ്സ്. അതിൽ വെർബൽ എഡ്യൂക്കേഷണൽ, സ്പേഷ്യൽ, മെക്കാനിക്കൽ വരുന്നു. അത് കഴിഞ്ഞ് മൈനർ ഗ്രൂപ്പ് ഫാക്ടേഴ്സ് വരുന്നു. ഇനി ലോവസ്റ്റ് ലെവൽ കണ്ടെയ്ൻ സ്പെഷ്യലൈസ്ഡ് ഫാക്ടേഴ്സ് ദാറ്റ് ആർ യുണീക്ക് ടു സ്പെസിഫിക് ടെസ്റ്റേഴ്സ്. സോ ഓരോന്നിനും ആവശ്യമായിട്ടുള്ള യുണീക്കായിട്ട് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, സ്പെസിഫിക് ഫാക്ടേഴ്സ് ഓരോ അതിൻ്റെ താഴെയായിട്ടുള്ള ലെവലിൽ വരുന്നു. ലോവർ ഓൺ ദ ഹൈറാർക്കി ദ മോസ്റ്റ്
സ്പെസിഫിക് ദ ബിഹേവിയർ. സോ ഒരു ഹൈറാർക്കിയുടെ ഏറ്റവും താഴോട്ട് വരുമ്പോഴായിരിക്കും അവിടെ എന്ത് വരുന്നത്, സ്പെസിഫിക് ബിഹേവിയേഴ്സ് വരുന്നത്. സോ അപ്പം ഫിലിപ്പ് ഇ വെർണൻ എൻ്റെ ഹൈറാർക്കി ഓഫ് ഇൻ്റലിജൻസ് പ്രകാരം ഏറ്റവും ലോവർ തലത്തിൽ വരുന്ന അല്ലെങ്കിൽ ലോവർ ലെവലിൽ വരുന്നത് എന്താണ്, സ്പെസിഫിക് ബിഹേവിയേഴ്സ് ആണ്. ജനറൽ എബിലിറ്റി എന്ന് പറയുന്നത് ഹയർ ലെവൽ അല്ലെങ്കിൽ ടോപ്പിലുള്ള ഹൈറാർക്കി അല്ലെങ്കിൽ ടോപ്പ് ലെവലിലാണ് ജനറൽ എബിലിറ്റി വരുന്നത്. ലോവർ ലെവലിൽ വരുന്നതാണ് സ്പെസിഫിക് എബിലിറ്റീസ് അല്ലെങ്കിൽ സ്പെസിഫിക് ബിഹേവിയേഴ്സ് ആണ് ലോവർ ലെവലിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ്. സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് എന്ന് പറയുന്നത് ഗിൽഫോർഡിൻ്റെ ആണ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ എന്ന് പറയുന്നത്. സോ ഇതൊരു ഡയമെൻഷണൽ രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്ത് ഇൻ്റലിജൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. സോ ഒരു ഡയമെൻഷൻ 3 ഡയമെൻഷൻസ് ആണ് ഇതിൽ പറയുന്നത്. അതിൽ ഓരോ ഡയമെൻഷൻസിലും ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ ഡയമെൻഷനാണ് കണ്ടൻറ്റ്, സെക്കൻഡ് ഇസ് പ്രോഡക്റ്റ്, തേർഡ് വൺ ഇസ് ഓപ്പറേഷൻ. സോ ഇതിനെയാണ് നമ്മൾ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് എന്ന് പറയുന്നത്. സോ ഡയമെൻഷനലി എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്തിട്ട് ഇൻ്റലിജൻസിന് കണ്ടൻറ്റ്, പ്രോഡക്റ്റ്, ഓപ്പറേഷൻസ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഗിൽഫോർഡ് ആൻഡ് ഹിസ് അസോസിയേറ്റ് പ്രൊപ്പോസ് ദിസ് തിയറി ഓഫ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലിജൻസ് ഓൺ ദ അറ്റംപ്റ്റ് ഓഫ് ഫാക്ടർ അനാലിസിസ്. സോ ഇതും എന്താണ്, ഫാക്ടർ അനാലിസിസ് ആണ്. ഇൻ്റലിജൻസിൻ്റെ ഓരോ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. സോ അതിൽ ഒരു 3 ഡയമെൻഷൻസ് ആണ് വരുന്നത്, 3 ഫാക്ടേഴ്സാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് പ്രോസസ് ഓഫ് ഓപ്പറേഷൻസ് ആണ്. സോ ഈ പ്രോസസ് ഓഫ് ഓപ്പറേഷൻസിൽ വരുന്ന കാര്യങ്ങളാണ് കോഗ്നിഷൻ, മെമ്മറി റെക്കോർഡിംഗ്, മെമ്മറി റീറ്റെൻഷൻ, ഡൈവേർജൻറ്റ് തിങ്കിങ്, കൺവേർജൻറ്റ് തിങ്കിങ്, ഇവാലുവേഷൻ. സോ ഗിൽഫോർഡിൻ്റെ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റിലെ ഡയമെൻഷനിൽ അല്ലെങ്കിൽ ഫാക്ടറിൽ വരുന്ന പ്രോസസ് ഓഫ് ഓപ്പറേഷൻസിൽ വരുന്നതാണ് എന്ത്, ഡൈവേർജൻറ്റ് തിങ്കിങ്, കൺവേർജൻറ്റ് തിങ്കിങ്, മെമ്മറി റെക്കോർഡിങ്, റീകോഗ്നിഷൻ. സോ ഇതെല്ലാം. സോ അപ്പോൾ കൊഗ്നിഷൻ ദിസ് ഇൻവോൾവ് ഇമ്മീഡിയറ്റ് ഡിസ്കവറി, റീഡിസ്കവറി, അവെയർനെസ്, കോംപ്രഹെൻഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. സോ അപ്പോൾ ഇത് ഓപ്പറേഷൻസിൻ്റെ അകത്ത് വരുന്ന ടോപ്പിക്കുകൾ ഏതാണ് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. ഈ ഒരു പിക്ചറിൽ കണ്ടതുപോലെ ഓപ്പറേഷൻസിൽ വരുന്നത് എന്തൊക്കെയാണ്, പ്രോഡക്ട്സുകളിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കി വെച്ചിരിക്കുക. മെമ്മറി റെക്കോർഡിങ്, മെമ്മറി റീറ്റെയിൻ ചെയ്യാനുള്ള കഴിവ്, ഡൈവേർജൻറ്റ് തിങ്കിങ്, കൺവേർജൻറ്റ് തിങ്കിങ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതുപോലെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നിന്ന് കൺക്ലൂഷൻസ് കണ്ടെത്താനുള്ള ആ ഒരു കഴിവ്. സോ ഇതെല്ലാം ഓപ്പറേഷൻസിൽ വരുന്നത്. നമ്മൾ ഇൻ്റലക്ച്വൽ എബിലിറ്റി അത് ഓപ്പറേഷൻസ് ആയിട്ട് ചെയ്യുന്നത്, കോഗ്നിഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു മെമ്മറി റെക്കോർഡ് ചെയ്യുക, ഡൈവേർജൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുക, ഇതെല്ലാം മെൻ്റൽ ഓപ്പറേഷൻസ് ആണ്. അതിനെ പ്രോസസ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയും. സോ ഇതെല്ലാം പ്രോസസ് ഓഫ് ഓപ്പറേഷൻസിൽ വരുന്നതാണ്. ഇനി മെറ്റീരിയൽ ഓർ കണ്ടൻറ്റ് എന്ന് പറയും. അടുത്ത ഫാക്ടറാണ് മെറ്റീരിയൽ. 3 ഫാക്ടറായിട്ടാണ് ഇതിൽ, അത് ഡയമെൻഷണൽ വ്യൂവിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. സോ വിഷ്വൽ കണ്ടൻറ്റ്, ഇറ്റ് റെഫേഴ്സ് ടു കോൺക്രീറ്റ് മെറ്റീരിയൽ പെർസീവ്ഡ് ത്രൂ ഐഡിയാസ് ആൻഡ് തോട്ട്. സോ വിഷ്വൽ കണ്ടൻറ്റ് കാഴ്ചയിലൂടെ കിട്ടുന്ന അല്ലെങ്കിൽ കോൺക്രീറ്റ് മെറ്റീരിയൽസിൽ നിന്ന് പെർസീവ് ചെയ്യുന്ന ഐഡിയാസ് അല്ലെങ്കിൽ തോട്ടുകൾ. സോ ഇതെല്ലാം വരുന്നതാണ് വിഷ്വൽ കണ്ടൻറ്റ്. സോ മെറ്റീരിയൽ അല്ലെങ്കിൽ കണ്ടൻറ്റിൽ വരുന്നതാണ് വിഷ്വൽ, ഓഡിറ്ററി, സിംബോളിക്, സെമാൻറ്റിക്, ബിഹേവിയറൽ കണ്ടൻറ്റ്. സോ വിഷ്വൽ കാഴ്ചയിലൂടെ നമ്മൾ കാണുക, അല്ലെങ്കിൽ ഓഡിറ്ററി എന്ന് പറയുന്നത് ഇൻഫർമേഷൻ പെർസീവ്ഡ് ത്രൂ അവർ ഇയേഴ്സിലൂടെ, കാതുകളിലൂടെ കിട്ടുന്നത്. അതുപോലെ സിംബോളിക് കണ്ടൻറ്റ് റെഫേഴ്സ് ദ പൊസിഷൻ ഓഫ് ലെറ്റേഴ്സ്, ഡിജിറ്റ് ഓർ അതർ കൺവെൻഷണൽ സൈൻസ് ആൻഡ് സിമ്പിൾസ് യൂഷ്വലി ഓർഗനൈസ്ഡ് ഇൻ ജനറൽ പാറ്റേൺ. സോ സിമ്പിൾസ്, ചില സിമ്പിൾസ് കാണുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അല്ലെങ്കിൽ ചില പാറ്റേൺസ്, ചില ലെറ്റേഴ്സ് കാണുമ്പോഴത്തേക്ക് അത് നമ്മൾ, അല്ലെങ്കിൽ ജനറൽ പാറ്റേൺസ് കാണുമ്പോൾ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. സോ അതിനാണ് സിംബോളിക് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ സെമാൻറ്റിക് കണ്ടൻറ്റ് റെഫേഴ്സ് ടു ദ ക്ലിയർ വെർബൽ ഫോം ഓഫ് മീനിങ് ഓർ ഐഡിയാസ് ഫോർ വിച്ച് നോ എക്സാമ്പിൾസ് ആർ നെസസറി. സോ സെമാൻറ്റിക് കണ്ടൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ചില കാര്യങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ ആ കാര്യം പറഞ്ഞു കൊടുക്കുക, അതിന് പ്രത്യേകിച്ച് ഒരു എക്സാമ്പിൾസ് ഒന്നും പറഞ്ഞു കൊടുക്കാതെ അതേ കാര്യം തന്നെ പറഞ്ഞു കൊടുക്കുന്നു. സോ നമ്മൾ സെമാൻറ്റിക് മെമ്മറി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, നോളജ്, നമുക്ക് ജനറൽ നോളജിനെ കുറിച്ചുള്ള ഇത്. സോ അതാണ് സെമാൻറ്റിക് കണ്ടൻറ്റ്. സോ ബിഹേവിയറൽ കണ്ടൻറ്റ് പറയുമ്പോൾ റെഫേഴ്സ് ടു ദ സോഷ്യൽ ഇൻ്റലിജൻസ് വിച്ച് എനേബിൾ വൺ ടു അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ. സോ സോഷ്യൽ ഇൻ്റലിജൻസ് ആണ്, മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. രണ്ടുപേരും നിന്ന് സംസാരിക്കുമ്പോൾ അവർ ദേഷിക്കുകയാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കുകയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, ഒരു ബിഹേവിയർ നോക്കി. സോ അതാണ് ബിഹേവിയറൽ കണ്ടൻറ്റ്. സോ അപ്പം ഇതിൽ വരുന്ന കണ്ടൻറ്റുകളിൽ വരുന്നതാണ് വിഷ്വൽ, ഓഡിറ്ററി, സിംബോളിക്, സെമാൻറ്റിക് ആൻഡ് ബിഹേവിയറൽ. നെക്സ്റ്റ് ഈസ് പ്രോഡക്റ്റുകളാണ്. ഇത് പ്രോഡക്റ്റ് ആകുമ്പോഴത്തേക്ക് യൂണിറ്റുകൾ വരും. ദിസ് ഇസ് സിമിലർ ടു ഗെസ്റ്റാൾട്ട് സൈക്കോളജി ഓഫ് ഫിഗർ ആൻഡ് ഗ്രൗണ്ട് റിലേറ്റീവ്ലി സെഗ്രിഗേറ്റ് ഐറ്റംസ്. സോ ഗെസ്റ്റാൾട്ട് സൈക്കോളജിയിൽ നമ്മൾ ഫിഗർ ആൻഡ് ബാക്ക്ഗ്രൗണ്ടൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, ബ്ലാക്ക് കളർ നോക്കുമ്പോഴത്തേക്ക് വൈറ്റിൽ ഉള്ള പിക്ചർ തെളിയും. സോ അതേപോലെ ഓരോ യൂണിറ്റുകളായിട്ട് ഉണ്ട് പ്രോഡക്റ്റായിട്ട്. ഇനി അടുത്ത ക്ലാസ്സസ് വരും.
സോ ക്ലാസ്സസ്, സോ അതുപോലെ റിലേഷൻസ്, സിസ്റ്റം, ട്രാൻസ്ഫോർമേഷൻസ്, ഇംപ്ലിക്കേഷൻ. സോ ഇതെല്ലാം വരുന്നത് പ്രോഡക്ട്സിൻ്റെ കീഴിലാണ്. ഈ ടോട്ടൽ 180 മെൻ്റൽ എബിലിറ്റീസ് ഉണ്ടെന്നാണ് ഗിൽഫോർഡിൻ്റെ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ പ്രകാരം. ടോട്ടൽ എത്ര മെൻ്റൽ എബിലിറ്റീസ് ഉണ്ടെന്ന് ചോദിച്ചാൽ അത് 180 മെൻ്റൽ എബിലിറ്റീസ് ആണ് പറയുന്നത്. അതിൽ 6 × 5 × 6 ആണ് പറയുന്നത്. പ്രോസസ്സിൽ 6 വരും, പ്രോഡക്റ്റിൽ 6 വരും, കണ്ടൻറ്റിൽ 5 വരും. അങ്ങനെയാണ് 6 × 5 × 6 180 മെൻ്റൽ എബിലിറ്റീസ് ആണ് ഈ ഒരു സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡലിൽ പറയുന്നത്. ഇനി അടുത്ത നമുക്ക് സ്റ്റേൺബർഗിൻ്റെ ട്രയാർക്കിക് തിയറിയാണ്. ട്രയാർക്കിക് എന്ന് പറയുമ്പോൾ മൂന്ന് ഫാക്ടേഴ്സ് അടങ്ങുന്നതാണ് ഇൻ്റലിജൻസ് എന്നത്. 3 ആസ്പെക്ട്സ് ആണ്. ഇൻ്റലിജൻസിന് 3 ആസ്പെക്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് കമ്പോണൻഷ്യൽ, സോ എക്സ്പീരിയൻഷ്യൽ തിങ്കിങ്, കണ്ടക്സ്ച്വൽ തിങ്കിങ്. സോ ഇതിൽ കമ്പോണൻഷ്യൽ എന്ന് പറയുന്നത് അനലിറ്റിക്കൽ തിങ്കിങ് ആണ് നമ്മുടെ. അതുപോലെ എക്സ്പീരിയൻഷ്യൽ എന്ന് പറയുന്നത് ക്രിയേറ്റീവ് തിങ്കിങ് ആൻഡ് ക്യാരക്ടറൈസ് ദ പേഴ്സൺ ഹു ക്യാൻ സെപ്പറേറ്റ് എലമെൻറ്റ്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് കമ്പൈൻ ദം ഇൻസൈറ്റ്ഫുള്ളി. സോ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നമ്മൾ എക്സ്പെരിമെൻറ്റ്സിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ അതിനെ എന്ത് ചെയ്യും, ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്ത് അത് നമ്മൾ ഇൻസൈറ്റ്ഫുള്ളായിട്ട് നമ്മൾ ഉൾക്കാഴ്ചയിലൂടെ കണ്ട് അത് ചെയ്യുക. സോ കോണ്ടെക്സ്ച്വൽ എന്ന് പറയുന്നത് സ്ട്രീറ്റ് സ്മാർട്ട് എന്ന് പറയും. വൺ ഹു നോ ഹൗ ടു പ്ലേ ദ ഗെയിം ആൻഡ് ക്യാൻ സക്സസ്ഫുള്ളി മാനിപ്പുലേറ്റ് ദ എൻവയോൺമെൻറ്റ്. സോ നല്ല രീതിയിൽ കളിക്കാൻ അറിയുന്ന ആൾക്കാർ എന്ത് ചെയ്യും, ആ എൻവയോൺമെൻറ്റിനെ എന്ത് ചെയ്യും, മാനിപ്പുലേറ്റ് ചെയ്യും. മജീഷ്യൻസ്മാരൊക്കെ കണ്ടിട്ടില്ലേ? സോ അവരെന്ത് ചെയ്യുന്നത്, അവർക്ക് നല്ലപോലെ ഗെയിം കളിക്കാൻ അറിയാം. സോ അതുകൊണ്ട് നമ്മുടെ എൻവയോൺമെൻറ്റിലുള്ള ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യും, സക്സസ്ഫുൾ ആകും. സോ അതാണ് 3 കമ്പോണൻറ്റ്. സോ അനലറ്റിക്കൽ എന്ന് പറയും. സോ അനലറ്റിക്കൽ എന്ന് പറയുന്നത് കമ്പോണൻഷ്യലാണ്. സോ അനലറ്റിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം കൊണ്ടാൽ നമുക്കതിനെ കമ്പയർ ചെയ്യുക. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനെ അനലൈസ് ചെയ്ത് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് അത് തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള കഴിവ്. സോ അതാണ് അനലറ്റിക്കൽ തിങ്കിങ് എബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ക്രിയേറ്റീവായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുക. ചിലർക്ക് ചില കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഒരു ഡൈവേർജൻ്റായിട്ട് തിങ്ക് ചെയ്ത് പല പുതിയ കാര്യങ്ങൾ കണ്ടെത്തും. സോ അത് അങ്ങനെയുള്ളതിന് നമ്മൾ ക്രിയേറ്റീവ് എന്ന് പറയും. അതിനെ നമ്മൾ എക്സ്പീരിയൻഷ്യൽ തിങ്കിങ് എന്ന് പറയും. ഇനി പുതിയ സിറ്റുവേഷനിൽ അഡാപ്റ്റ് ചെയ്യുക. സോ ഇതെല്ലാം എന്താണ്, ക്രിയേറ്റീവാണ്. ഇനി അടുത്തതാണ് പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോണ്ടെക്സ്ച്വൽ എന്ന് പറയും. പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം, ഡീലിംഗ് വിത്ത് എവരിഡേ ടാസ്ക് റിലേറ്റിംഗ് ടു വേൾഡ്. നമ്മൾ ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യും, പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്ന കാര്യം നല്ല രീതിയിൽ ചെയ്യാനുള്ള കഴിവ്. സോ അതാണ് പ്രാക്ടിക്കൽ സ്കിൽ എന്ന് പറയും. സോ ഇപ്പോൾ 3 എബിലിറ്റീസ് ആണ് പറയുന്നത്, അനലിറ്റിക്കൽ, ക്രിയേറ്റീവ് ആൻഡ് പ്രാക്ടിക്കൽ സ്കിൽ. സോ ഈ 3 എബിലിറ്റീസ് അടങ്ങുന്നതാണ് ഇൻ്റലിജൻസ് എന്നാണ് സ്റ്റേൺബർഗിൻ്റെ ട്രയാർക്കിക് തിയറി പ്രകാരം പറയുന്നത്. അതാണ് ട്രയാർക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ്. റോബർട്ട് ജെ സ്റ്റേൺബർഗ്, എ പ്രോമിനൻറ്റ് ഫിഗർ ഇൻ റിസർച്ച് ഓഫ് ഹ്യൂമൻ ഇൻ്റലിജൻസ്, പ്രപ്പോസ് ദിസ് തിയറി വിച്ച് ഫോക്കസ്ഡ് ഓൺ ദ ഫോളോയിങ് 3 മെൻ്റൽ എബിലിറ്റീസ്. സോ 3 മെൻ്റൽ എബിലിറ്റീസിനെ കുറിച്ച് പറഞ്ഞ ആളാണ് ട്രയാർക്കിക് തിയറിയിൽ സ്റ്റേൺബർഗ്. കമ്പോണൻഷ്യൽ ഇൻ്റലിജൻസ്, എബിലിറ്റി അസിസ്റ്റ് ബൈ ഇൻ്റലിജൻസ് ടെസ്റ്റ്, അനലിറ്റിക് ഓർ അക്കാഡമിക് ഇൻ്റലിജൻസ്, മെൻ്റൽ പ്രോസസ് യൂസ്ഡ് ഇൻ ലേണിംഗ് ഹൗ ടു സോൾവ് പ്രോബ്ലം. സോ ഒരു അസസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റിൽ അസസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സോ അതുപോലെ അനലിറ്റിക്കൽ അല്ലെങ്കിൽ അക്കാഡമിക് ഇൻ്റലിജൻസ്, മെൻ്റൽ പ്രോസസ്സ്. സോ ഇതെല്ലാം ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നു, ഇതിനെല്ലാം വരുന്നതാണ് കമ്പോണൻഷ്യൽ ഇൻ്റലിജൻസിൽ, അതല്ലെങ്കിൽ അനലിറ്റിക്കൽ തിങ്കിങ് എന്ന് പറയും. എക്സ്പീരിയൻഷ്യൽ ഇൻ്റലിജൻസ് ആകുമ്പോഴത്തേക്ക് ഒരു പുതിയ സിറ്റുവേഷനിൽ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് എങ്ങനെ ചെയ്യുന്നു. സോ അതാണ് എക്സ്പീരിയൻഷ്യൽ. കോണ്ടെക്സ്ച്വൽ ഇൻ്റലിജൻസ് എന്നത് ഒരു ഡെയിലി സിറ്റുവേഷനിൽ എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഒരു കാര്യം എങ്ങനെ ചെയ്യാൻ പറ്റുന്നു. സോ അതാണ് കോണ്ടെക്സ്ച്വൽ. ഇനി ഇതിൽ വരുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ അനലിറ്റിക്കൽ എന്ന് പറയുന്നത്, പ്ലാനിങ്, മോണിറ്ററിങ്, റിഫ്ലക്ഷൻ ആൻഡ് ട്രാൻസ്ഫർ. സോ അനലിറ്റിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ കമ്പോണൻഷ്യൽ. സോ അത് അനലൈസ് ചെയ്യുക, അതിന് ഓരോ കാര്യങ്ങൾ നോക്കുക, പ്രോബ്ലംസ് എങ്ങനെ വന്നു, അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക, ഇവാലുവേറ്റ് ചെയ്യുക, അതൊക്കെ വരുന്നതാണ് അനലിറ്റിക്കൽ തിങ്കിങ്. എക്സ്പീരിയൻഷ്യൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയും. സോ അതെന്ന് പറയുന്നിടത്തേക്ക് നമ്മുടെ എൻവയോൺമെൻറ്റിൽ നല്ല രീതിയിൽ പ്രാക്ടിക്കൽ രീതിയിൽ ചെയ്യാനുള്ള കഴിവ്. ഫോക്കസ് ഓൺ സെലക്ടിങ് ആൻഡ് ഷേപ്പിംഗ് റിയൽ വേൾഡ് എൻവയോൺമെൻറ്റ് ആൻഡ് എക്സ്പീരിയൻസ്. ഡീൽ വിത്ത് ദ മെൻ്റൽ ആക്ടിവിറ്റി ഇൻവോൾവ് ഇൻ അറ്റൈനിങ് ഫിറ്റ് ടു കണ്ടെക്സ്റ്റ്. ഇനി കോണ്ടെക്സ്ച്വൽ തിങ്കിങ് ഓർ ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ക്രിയേറ്റീവായിട്ടൊരു കാര്യം ചെയ്യുന്ന രീതി. സോ അതാണ് ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്.
തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആണ്. സോ അടുത്ത തിയറിയാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഹവാർഡ് ഗാർഡനറിൻ്റെ തിയറിയാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സോ ഇത് ഇദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള ഫേമസ് ബുക്കായിട്ടുള്ള ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ബുക്കിലാണ് ഈ ഒരു മോഡലിനെ കുറിച്ച് അദ്ദേഹം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന തിയറി പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് ഹവാർഡ് ഗാർഡനറുടെ ബുക്കാണ്, 1983. ഇനി ഇദ്ദേഹത്തിൻ്റെ ഹി ലേറ്റർ സജസ്റ്റഡ് ദാറ്റ് എക്സിസ്റ്റൻഷ്യൽ ആൻഡ് മോറൽ ഇൻ്റലിജൻസ് മേ ഓൾസോ ബി വർത്തി ഓഫ് ഇൻക്ലൂഷൻ. സോ ഇദ്ദേഹം ആദ്യം ഈ ഒരു മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് പ്രകാരം ഒരു 8 ഇൻ്റലിജൻസ് ആണ് പറയുന്നത്. സോ അതിനുശേഷം അവസാനമായിട്ട് ഇൻക്ലൂഡ് ചെയ്തതാണ് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. കാൺ മെഷർ ഇറ്റ് യൂസിങ് എ സ്റ്റാൻഡേർഡ് IQ ടെസ്റ്റ്. സോ ഇദ്ദേഹം പറയുന്ന ഈ ഇൻ്റലിജൻസ് പ്രകാരം ഒരു IQ ടെസ്റ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് മെഷർ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ഹവാർഡ് ഗാർഡനർ ദർ ആർ 8 types of intelligence. The theory of multiple intelligence differentiate human intelligence into specific modalities rather than seeing intelligence as dominated by a single general ability. സോ ഇദ്ദേഹത്തിൻ്റെ ഒരു തിയറി പ്രകാരം പറയുന്നത്, നമ്മൾ നേരത്തെ ആദ്യത്തെ പറഞ്ഞതുപോലെ ഒരു ജനറൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് മൊഡാലിറ്റീസ് ആണ് ഒരു വ്യക്തിയെ എന്താക്കുന്നു അല്ലെങ്കിൽ ആ ഒരു കഴിവായിട്ട് കാണപ്പെടുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത് ഒരു വ്യക്തിയിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ജനറൽ അല്ലെങ്കിൽ ആ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഇൻ്റലിജൻസ് ആണ് ഒരു വ്യക്തിയുടെ ജനറൽ എബിലിറ്റി എന്ന് അദ്ദേഹം പറയുന്നത്. സോ ഇതൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത്രയുമാണ്. സോ ഇത്രയുമാണ് ആദ്യമായിട്ട് അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്തിരുന്ന 8 എണ്ണം. സോ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, എക്സിസ്റ്റൻഷ്യൽ ഉണ്ട്, അവസാനമായിട്ട് ഇൻക്ലൂഡ് ചെയ്തതാണ് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്. സോ ഇത് അദ്ദേഹത്തിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് പ്രകാരം 8 എണ്ണം: വിഷ്വൽ അല്ലെങ്കിൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ്, വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ, ബോഡിലി ഓർ കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്, മ്യൂസിക്കൽ ഓർ റിതമിക് ഇൻ്റലിജൻസ്, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്, നാച്ചുറൽ ഇൻ്റലിജൻസ്. സോ ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസിൽ വരുന്നത്. നമുക്കിത് ഓരോന്ന് എന്താണെന്ന് നോക്കാം. സോ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു യൂസ് ദ വേർഡ് എഫക്റ്റീവ്ലി വെൻ റൈറ്റിംഗ് ഓർ സ്പീക്കിംഗ്. ഇറ്റ് ക്യാൻ ഇംപ്രൂവ് റീഡിംഗ് ദ ബെസ്റ്റ് ഓതേഴ്സ് ഓഫ് ദ ലാംഗ്വേജ് ആൻഡ് ഹാവിംഗ് എ ഡിക്ഷണറി നിയർ when is reading. Professional profiles, political or religious leaders, poet or writes. സോ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഇവിടെ ഉള്ള വ്യക്തികൾക്ക് അവർക്ക് ആ വേർഡുകൾ യൂസ് ചെയ്യാനുള്ള കഴിവ് ഭയങ്കര നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള കഴിവാണ്. അത് ചിലപ്പോൾ പറയാനായിരിക്കും, ചിലപ്പോൾ അത് എഴുതാനായിരിക്കും, ചിലപ്പോൾ അത് കേൾക്കാനായിരിക്കും. സോ ഇങ്ങനെ ആ ഒരു ഭാഷ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇതിലും ഭാഷയിലൂടെ കേൾക്കുകയോ അല്ലെങ്കിൽ പറയുകയോ അല്ലെങ്കിൽ എഴുതാനോ ഒക്കെ ഉള്ള കഴിവിന്, സോ അങ്ങനെയുള്ളതിന് നമ്മൾ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയും. സോ അപ്പോൾ എല്ലാ വ്യക്തികളിലും എന്താണ് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ഒരുപാട് വരണമെന്നില്ല. അപ്പം ഓരോ വ്യക്തികളിൽ ഏത് ഇൻ്റലിജൻസ് ആണോ കൂടി നിൽക്കുന്നത് അവർ ആ ഒരു ഫീൽഡിലോട്ടായിരിക്കും അല്ലെങ്കിൽ അവളുടെ പ്രൊഫഷണൽ പ്രൊഫൈൽ എന്ന് പറയുന്നത് അതായിരിക്കും എന്നാണ് പറയുന്നത്. സോ അങ്ങനെയുള്ള ഒരു ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ഉള്ള വ്യക്തികൾ എന്തായിരിക്കും കൂടുതലും പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയിരിക്കും. രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കുന്നവരായിരിക്കും. ചിലർ നമ്മൾ കണ്ടിട്ടില്ലേ, ഭയങ്കര നല്ല രീതിയിൽ എന്ത് കൊടുത്താലും പെട്ടെന്ന് തന്നെ അവരതിൽ നിന്നൊരു വാചകങ്ങൾ ഉണ്ടാക്കും അല്ലെങ്കിൽ പുതിയ കഥകളുണ്ടാക്കും, പുതിയ കവിതകളുണ്ടാക്കും, നിമിഷ കവികൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ. എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അവരത് നല്ല രീതിയിൽ അത് ഉപയോഗിക്കും. സോ അത് അവരിൽ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് കൂടുതലായതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. സോ അപ്പം അവരുടെ പ്രൊഫഷണൽ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ലീഡേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ അവർ എഴുത്തുകാരായിരിക്കും അല്ലെങ്കിൽ കവിത എഴുതുന്ന അല്ലെങ്കിൽ കഥ എഴുതുന്ന അല്ലെങ്കിൽ നോവൽ എഴുതുന്നോ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഈ ഒരു ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് കൂടുതലുള്ളത്. ഇനി അടുത്ത ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ഉള്ളവരെന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു മേക്ക് ക്വിക്ലി ന്യൂമറിക്കൽ കാൽക്കുലേഷൻ, ഫോർമുലേറ്റ് ആൻഡ് വെരിഫൈ ഹൈപ്പോത്തസിസ് ആൻഡ് യൂസ് ദ സയൻറ്റിഫിക് മെത്തേഡ്. ഇറ്റ് ക്യാൻ ഇംപ്രൂവ് സോൾവിംഗ് അബ്സ്ട്രാക്റ്റ് പ്രോബ്ലംസ്, ഡൂയിങ് മെൻ്റൽ കാൽക്കുലേഷൻസ് ആൻഡ് വിത്ത് ന്യൂമറിക് ഗെയിംസ് എമംഗ് അതർ. പ്രൊഫഷണൽ പ്രൊഫൈൽ എക്കണോമിസ്റ്റ്, സയൻറ്റിസ്റ്റ്, എഞ്ചിനീയർ, മാത്തമാറ്റീഷ്യൻ. സോ ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തികൾക്ക് പെട്ടെന്ന് തന്നെ ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ്, മാത്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടല്ലേ. സോ അവർക്ക് പെട്ടെന്ന് ചെയ്യും. എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുമോ? മാത്സ് ചെയ്യാൻ അറിയാത്ത കുറേ ആൾക്കാരുണ്ടല്ലേ. അവർക്ക് ആ ഒരു ഫീൽഡിൽ അവർ വീക്കായിരിക്കും, പക്ഷെ അവർക്ക് വേറെ ഏതെങ്കിലും ഇൻ്റലിജൻസ് ആയിരിക്കും ഇവിടെ കൂടി നിൽക്കും. ചിലർക്കുണ്ട് ലോജിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് കൂടുതൽ. നമ്പേഴ്സ് കണ്ടു കഴിഞ്ഞാൽ അവർ അപ്പോഴേ സ്പോട്ടിൽ ആൻസേഴ്സ് പറയും അല്ലേ. ഫിസിക്സ്
ചെയ്യുന്നവർ, അങ്ങനെ മാത്സ് ഒക്കെ അറിയുന്ന ആൾക്കാർ, സോ അതുപോലെ എക്കണോമിസ്റ്റുകൾ, സയൻറ്റിസ്റ്റുകൾ, അല്ലെങ്കിൽ എഞ്ചിനീയർ, മാത്തമാറ്റീഷ്യൻ, സോ ഇവരൊക്കെ എന്താണ് ലോജിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് കൂടുതലുള്ള വ്യക്തികളായിരിക്കും. അവർക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ, മാത്തമാറ്റിക്കലി അവർക്ക് സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ സയൻറ്റിഫിക് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തത് ഫോർമുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് കാണാനൊക്കെ ഉള്ള കഴിവ് ഉള്ളവരായിരിക്കും ലോജിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാർ. ഇനി അടുത്തതാണ് സ്പേഷ്യൽ ഓർ വിഷ്വൽ ഇൻ്റലിജൻസ് എന്ന് പറയും. ഇറ്റ് ഈസ് എബിലിറ്റി ടു പ്രസൻറ്റ് ഹിസ് ഐഡിയ വിഷ്വലി, ക്രിയേറ്റ് മെൻ്റൽ ഇമേജസ്, പെർസീവ് വിഷ്വൽ ഡീറ്റെയിൽസ്, ഡ്രോ ആൻഡ് മേക്ക് സ്കെച്ചസ്. ഇറ്റ് ക്യാൻ ഇംപ്രൂവ് ആർട്ടിസ്റ്റിക് ആക്ടിവിറ്റീസ്, മെൻ്റൽ മാപ്പ്, വിഷ്വൽ മെറ്റഫേഴ്സ് എക്സെട്ര. പ്രൊഫഷണൽ പ്രൊഫൈൽ ആർട്ടിസ്റ്റ്, ഫോട്ടോഗ്രാഫേഴ്സ്, ആർക്കിടെക്ട്, ഡിസൈനർ എമംഗ് അതേഴ്സ്. സോ സ്പേഷ്യൽ അല്ലെങ്കിൽ വിഷ്വൽ ഇൻ്റലിജൻസ് എന്ന് പറയും. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം, നമ്മുടെ മനസ്സിലുള്ള കാര്യം അവിടെ വിഷ്വലി നമ്മൾ എന്ത് ചെയ്യും, പ്രസൻറ്റ് ചെയ്ത് അത് നമുക്ക് വരയ്ക്കാൻ അല്ലെങ്കിൽ അതിന് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ്, മെൻ്റൽ ഇമേജസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ്. അതുപോലെ തന്നെ വിഷ്വൽ ഡീറ്റെയിൽസ്, ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് പെട്ടെന്ന് കാര്യങ്ങൾ പെർസീവ് ചെയ്ത് അത് വരയ്ക്കാനും അത് കളർ ചെയ്യാനും, സോ അങ്ങനെയുള്ള കഴിവിനെയാണ് നമ്മൾ സ്പേഷ്യൽ ഓർ വിഷ്വൽ ഇൻ്റലിജൻസ് എന്ന് പറയും. സോ ആർക്കിടെക്ട്സ് ഒക്കെ കണ്ടിട്ടില്ലേ, സോ അവർക്ക് അവരുടെ മൈൻഡിൽ വീട് ഇതൊക്കെ ഉണ്ട്, പക്ഷെ അവരെന്ത് ചെയ്യും, അവർ സ്പേഷ്യലി അവരെന്ത് ചെയ്യും, അത് വരയ്ക്കാൻ നോക്കും. ഒരു വീട് ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ വിചാരിച്ച് എല്ലാവർക്കും അത് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. സോ അപ്പോൾ ഒരു ഡിസൈനർ ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, അവിടെ ഒരു ഡിസൈനായിട്ട് അവർ വരച്ച് എടുക്കുന്നത്. സോ അപ്പോൾ സ്പേഷ്യൽ അല്ലെങ്കിൽ വിഷ്വൽ ഇൻ്റലിജൻസ് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷനിലോട്ട് എത്താൻ പറ്റും. ആർട്ടിസ്റ്റുകൾ, ഫോട്ടോഗ്രാഫേഴ്സ്, ആർക്കിടെക്റ്റുകൾ, ഡിസൈനർ, സോ ഇവരിങ്ങനെയുള്ളവരാണ് സ്പേഷ്യൽ ഓർ വിഷ്വൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ. ഇനി അടുത്ത മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ആണ്. ഇറ്റ്സ് ദ എബിലിറ്റി ടു ലിസൺ, സിംഗ്, പ്ലേ ഇൻസ്ട്രുമെൻറ്റ് ആസ് വെൽ ആസ് അനലൈസ് സൗണ്ട്. ഇൻ ജനറൽ ഇറ്റ് ക്യാൻ ഇംപ്രൂവ് സിംഗിങ്, പ്ലേയിങ് ഇൻസ്ട്രുമെൻറ്റ്, ലിസണിങ് ടു മ്യൂസിക്, അറ്റൻഡിങ് കോൺസേർട്സ്. പ്രൊഫഷണൽ പ്രൊഫൈൽ സിംഗർ, കമ്പോസർ, മ്യൂസിക്കൽ ക്രിറ്റിക് എമ അതേഴ്സ്. സോ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പാട്ട് കേൾക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടല്ലേ, പക്ഷേ അതേപോലെ തിരിച്ച് അതേ കണക്ക് ഇതൊക്കെ പാടാനുള്ള കഴിവ് എന്താണ്, ആ ഒരു മ്യൂസിക്കൽ ഇൻ്റലിജൻസ് കൂടിയ ഉള്ള ആൾക്കാർക്ക് അതെന്ത് ചെയ്യാൻ പറ്റും, അതേ രീതിയിൽ പാടാൻ പറ്റും. ചിത്ര പാടുന്ന കണക്ക് തന്നെ പാടണം. സോ അപ്പം അത് കേട്ട് ആ രാഗവും ആ താളവും ഒക്കെ കറക്റ്റ് വരണമെങ്കിൽ അവിടെ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് കൂടുതലുള്ളവർക്കേ അത് പഠിച്ചെടുക്കാൻ പറ്റും. സോ അങ്ങനെയുള്ളവരെ നമ്മൾ സിംഗർ, കമ്പോസേഴ്സ്, മ്യൂസിക്കൽ ക്രിറ്റിക്സ്, സോ ഇങ്ങനെയുള്ളവരാണ് ഈ ഒരു പ്രൊഫഷനിൽ വരുന്നത്. ഈ ബോഡിലി കൈനസ്റ്റിക് ഇൻ്റലിജൻസ് കൂടുതലുള്ളതെന്ന് പറയുന്നത് ഇറ്റ്സ് എബിലിറ്റി ടു ഡു ആക്ടിവിറ്റീസ് ദാറ്റ് റിക്വയർ സ്ട്രെങ്ത്, സ്പീഡ്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഹാൻഡ് ഐ കോർഡിനേഷൻ ആൻഡ് ബാലൻസ്. ഇറ്റ് ക്യാൻ ഇംപ്രൂവ് വിത്ത് മാനുവൽ ആക്ടിവിറ്റീസ്, തിയേറ്റർ, ഡാൻസ്, റിലാക്സേഷൻ ആൻഡ് സ്പോർട്സ്. സോ ബോഡിലി കൈനസ്തെറ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി യൂസ് ചെയ്ത്, ബോഡിയിൽ പാർട്ടുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്പീഡിന് ഓടാൻ പറ്റുക, ഫ്ലെക്സിബിളായിട്ടിരിക്കുക, ഹാൻഡ് ഹൈ കോർഡിനേഷൻസ് ഒക്കെ ചെയ്യുക, ബോഡി ബാലൻസ് ചെയ്യാൻ പറ്റുക. സോ ഇങ്ങനെയൊക്കെ ബോഡി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. സോ അങ്ങനെയുള്ളതാണ് നമ്മൾ മാനുവൽ ഇറ്റ് ക്യാൻ ഇംപ്രൂവ് വിത്ത് മാനുവൽ ആക്ടിവിറ്റി, തിയേറ്റർ, ഡാൻസ്, റിലാക്സേഷൻ ആൻഡ് സ്പോർട്സ്. സോ ഡാൻസ് ചെയ്യുക, റിലാക്സേഷൻ, സ്പോർട്സ്, സോ നമ്മൾ ബോഡി യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ. സോ അത് കൂടുതലും ആർക്കാണ് ക്രിക്കറ്റ് താരം അല്ലെങ്കിൽ ഫുട്ബോൾ താരം, അതൊക്കെ അവരുടെ മെയ് വഴക്കമാണല്ലേ. സോ അങ്ങനെ ബോഡിലി കൈനസ്റ്റിക് ഇൻ്റലിജൻസ് ഉള്ളവർക്കാണ് അതൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ സ്കൾപ്റ്റർ, സോ ഒരു പ്രതിമ ഉണ്ടാക്കുന്ന ആൾ, സോ അവിടെ കൈയും ഹാൻഡ് കോർഡിനേഷനും ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു രൂപമായിട്ട് വരും. അതുപോലെ സർജൻ, ഓപ്പറേഷൻ ചെയ്യുന്ന വ്യക്തി, സോ അവിടെ എന്ത് വേണം, ഒരു ബോഡിലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് വേണം. സോ അതുപോലെ ആക്ടറിന് വേണം, സോ അതുപോലെ ഒരു മോഡലിന് വേണം, ഒരു ഡാൻസർ, സ്പോർട്സ്മാൻ. സോ ഇതെല്ലാം ഇവരിലെല്ലാം കാണപ്പെടുന്ന ഈ ഒരു ബോഡിലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് കൂടി നിൽക്കുന്നവരിൽ കാണുന്ന പ്രൊഫഷണൽ പ്രൊഫൈൽസാണ് ഇത്രയും. നെക്സ്റ്റ് ഈസ് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് ആണ്. ഇറ്റ് ഈസ് എബിലിറ്റി ടു സെറ്റ് ഗോൾസ്, ഇവാലുവേറ്റ് സ്കിൽസ് ആൻഡ് പേഴ്സണൽ ഡിസഡ്വാൻറ്റേജസ് ആൻഡ് കൺട്രോൾ ഓൺ തിങ്കിങ്. ഇറ്റ് ക്യാൻ ഇംപ്രൂവ് വിത്ത് ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ, സെൽഫ് എസ്റ്റീം ആക്ടിവിറ്റീസ്, ന്യൂസ് പേപ്പർ റൈറ്റിംഗ്, ഇൻഡിവിജ്വൽ പ്രോജക്റ്റ് ആൻഡ് മെഡിറ്റേഷൻ. സോ ഇൻട്രാപേഴ്സണൽ, സോ തിരിഞ്ഞു പോരുന്നത് ഇൻ്റർപേഴ്സണലും ഉണ്ട്, ഇൻട്രാപേഴ്സണലും ഉണ്ട്. സോ അതിൽ ഇൻട്രാപേഴ്സണൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെക്കുറിച്ച് തന്നെയുള്ള നമ്മുടെ ഇൻ്റലിജൻസ്, സോ നമ്മുടെ കഴിവുകൾ എന്താണ്, നമ്മളെ സ്കിൽസ് എന്താണ്, നമ്മുടെ
പേഴ്സണലായിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്താണ്. സോ ഇതിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന കഴിവ്. സോ ആ ഒരു ഇൻ്റലിജൻസിയാണ് നമ്മൾ ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. കൺട്രോൾ ഓൺ തിങ്കിങ്, നമ്മുടെ തിങ്കിങ്ങിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യും. സോ അതിനാവശ്യമായിട്ടുള്ള സെൽഫ് എസ്റ്റീം ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യും, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പ്രോജക്റ്റ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യും. നമുക്ക് നമ്മൾ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഞാൻ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കി അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നല്ല മെച്യൂർഡ് ഇൻഡിവിജ്വൽ ആവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇൻ്റലിജൻസ് ആണ് ഇൻട്രാ പേഴ്സണൽ. സോ ഇൻ്റർപേഴ്സണലും ഇൻട്രാ പേഴ്സണലും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഇൻട്രാ എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ച് തന്നെയുള്ള ബോധമാണ്. സോ ഇനി ഇതിൽ പ്രൊഫഷണൽ പ്രൊഫൈൽ എന്ന് പറയാനില്ല. മെച്യൂർ ഇൻഡിവിജ്വൽസ് ഹു ആർ സോ സ്വന്തമായിട്ട് നമ്മളെക്കുറിച്ച് അറിവുള്ള ആൾക്കാരെ, മെച്യൂർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് ഉള്ള വ്യക്തികളെന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഇൻ്റർപേഴ്സണൽ ആകുമ്പോഴത്തേക്ക് എബിലിറ്റി ടു വർക്ക് വിത്ത് പീപ്പിൾ, ഹെൽപ്പ് പീപ്പിൾ, ഐഡൻറ്റിഫൈ ആൻഡ് ഓവർകം പ്രോബ്ലംസ്. സോ ഇതെന്ന് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ. ചിലരുണ്ടല്ലേ, നമുക്കൊരു പരിചയമില്ലെങ്കിൽ അവർ പെട്ടെന്ന് നമ്മളോട് വന്ന് ഇടപഴകി നമ്മളുമായിട്ട് നല്ല രീതിയിൽ ക്ലോസ് ആവും. സോ മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വ്യക്തി, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യാനുള്ള കഴിവുള്ള വ്യക്തികൾക്ക് എന്ന് പറയുന്നത് അവരിലെ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് കൂടുതലുള്ള വ്യക്തികളായിരിക്കും. ഇറ്റ് ക്യാൻ ഇംപ്രൂവ് വിത്ത് കോപ്പറേറ്റീവ് ലേണിംഗ്, ട്യൂട്ടോറിയൽ, ബോർഡ് ഗെയിംസ് ആൻഡ് തിയേറ്റർ മെറ്റീരിയൽസ്. സോ ഇനി ഇതിൽ വരുന്ന പ്രൊഫഷണൽ പ്രൊഫൈൽസിൽ വരുന്നതാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, സൈക്കോളജിസ്റ്റുകൾ, ടീച്ചർ, തെറാപ്പിസ്റ്റ്. സോ ഇങ്ങനെയുള്ള ആൾക്കാർ. സോ ഈ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വേണം, ഒരു ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് വേണം. വന്നിരിക്കുന്ന ആളെക്കുറിച്ച് അയാൾക്ക് തോന്നണമല്ലേ നമ്മുടെ അടുത്ത് അയാളെല്ലാം പറയണമെന്ന്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ അവരുമായിട്ട് ഇടപഴകിയാലേ അവരത് ഓപ്പണായിട്ട് നമ്മളോട് പറയും. സോ അപ്പോൾ ഇൻ്റർപേഴ്സണൽ എന്ന് പറയുന്നത് മറ്റ് വ്യക്തികളുമായിട്ട് നല്ല രീതിയിലൊരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ആ ഒരു ഇൻ്റലിജൻസിനെയാണ് നമ്മൾ ഇൻ്റർപേഴ്സണൽ എന്ന് പറയുന്നത്. സോ ഇൻ്റർ ആകുമ്പോൾ നമ്മളെക്കുറിച്ച് തന്നെ നമുക്കുള്ള അവബോധം അല്ലെങ്കിൽ ആ ഒരു ഇൻ്റലിജൻസ്. സോ ഇനി അടുത്ത ഇതെല്ലാം പറഞ്ഞ് നമ്മൾ എക്സിസ്റ്റൻഷ്യലാണ് ലാസ്റ്റായിട്ട് അദ്ദേഹം ആഡ് ചെയ്തത്. എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിക്കുന്നത് എന്തിനാണ്, നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് എന്തിനാണ് നമ്മൾ മരിക്കുന്നത്, ഇനി എങ്ങനെ നമ്മൾ ഇവിടെ എത്തി, ഇങ്ങനെ നമ്മൾ എങ്ങനെ എക്സിസ്റ്റ് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചുള്ള ആ ഒരു ഇൻ്റലിജൻസിനെയാണ് നമ്മൾ എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡീപ്പ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ഹ്യൂമൻ എക്സിസ്റ്റൻസ്, മനുഷ്യൻ്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതാണ് ഈ ഒരു എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസിൽ വരുന്നത്. സോ ഇതിൽ പ്രീസ്റ്റുകൾ, സോ അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഒരു ഏരിയയിൽ വരുന്ന എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസിൽ വരുന്നത്. സോ ഇതിൽ ഒരെണ്ണം കൂടി നാച്ചുറൽ ഉണ്ട്. നമ്മൾ നാച്ചുറൽ പറയാൻ പറ്റും, നാച്ചുറൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ പറയും. സോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എൻവയോൺമെൻറ്റുമായിട്ട് ഒരുപാട് നല്ല രീതിയിൽ നമ്മുടെ എൻവയോൺമെൻറ്റിലുള്ള നേച്ചറുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകാൻ ഇഷ്ടമുള്ള ആൾക്കാർ, അതെല്ലാവർക്കും തോന്നത്തില്ല അല്ലേ. നേച്ചർ ആക്ടിവിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ പ്രകൃതി സ്നേഹികൾക്കായിട്ടുള്ളവർക്കായിരിക്കും എന്തുകൊണ്ട് ചെടികളോട് അല്ലെങ്കിൽ പുഴകളോടും മലകളോടൊക്കെ സ്നേഹങ്ങൾ വരുന്നത്. സോ അപ്പോൾ എൻവയോൺമെൻറ്റൽ ഇൻ്റലിജൻസ് കൂടുതൽ അല്ലെങ്കിൽ നാച്ചുറൽ ഇൻ്റലിജൻസ് കൂടുതലുള്ളവർക്കായിരിക്കും ഈ ഒരു എൻവയോൺമെൻറ്റൽ ഇൻ്റലിജൻസ് കൂടുതലുള്ളത്.